Good evening. Good evening, sir. Good evening. Good evening, sir. Good evening, sir. Good evening. Good evening. നമ്മുടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് ആ ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങൾ കൂടുതൽ വിവരിക്കുന്നതിനേക്കാൾ ഏറെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുതിയ രീതി അനുസരിച്ച് എക്സാമിൻ്റെ രീതിയൊക്കെ മാറിയെന്ന് നമ്മൾ നേരത്തെ മുതലേ ഓരോ ക്ലാസ്സിലും നിങ്ങളോട് പറയാറുണ്ട്. നിങ്ങൾ വെറുതെ ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രം ഓരോ പോയിന്റ് പഠിക്കുന്ന രീതി നിർത്തണം. നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് എടുക്കുന്ന അവസരത്തിൽ അതിലെ ഇത്രമാത്രം ഇതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ അനുഭവത്തിൽ നിന്നാണ് നമ്മളിത് എടുത്തത്. അത് ചില ആൾക്കാർക്കെങ്കിലും അത് വേണോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഇപ്പോഴത്തെ എക്സാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ നിങ്ങൾ അതിലെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു 1.5 കൊല്ലമായിട്ട് നമ്മുടെ PSCയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ മിക്കവാറും നമ്മുടെ മേഖലയിൽ മാത്രമല്ല KASന്റെ കാലഘട്ടം മുതൽ ഈ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സ്കീം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിലെ PSC ചോദിക്കുന്നതിനകത്തിൽ കഴിഞ്ഞ കാർഡ് ബാങ്കിൻ്റെ മാനേജർ ടെസ്റ്റിനായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഇച്ചിരി വിശാലമായിട്ട് ഡീറ്റെയിൽഡ് വന്നത്. അതിനേക്കാൾ കടത്തി വെട്ടിയ പോലെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് വരുന്ന ഒരു എക്സാം ആയിരുന്നു ഇക്കഴിഞ്ഞ പരീക്ഷയ്ക്ക് നടന്നത്. അടുത്ത പരീക്ഷകളിലെല്ലാം തന്നെ ഈ രൂപത്തിലാകുമെന്ന് ഉറപ്പല്ലേ. കാരണം ഒരു ഡിഗ്രി നിലവാരമുള്ളൊരു പരീക്ഷയാകുമ്പോൾ വെറും എന്തെങ്കിലുമൊക്കെ അല്പാൽപ്പം ഒബ്ജക്റ്റീവ് ടൈപ്പ് പഠിച്ചിട്ട് ഭാഗ്യമുള്ളവർ ജയിച്ചു കയറുന്ന രീതി പാടില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞവർ മാത്രമേ ഈ എക്സാം പാസ്സാകാവൂ, അവരെ റാങ്ക് ലിസ്റ്റിൽ വരാവൂ. അതുകൊണ്ട് ആ മേഖലയിലേക്ക് കയറി വരുന്ന ആളുകളെ കൊണ്ട് ആ മേഖലയ്ക്ക് പ്രയോജനം ഉണ്ടാവൂ എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ ക്ലാസ്സിനും നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇതേവരെ എടുത്തിട്ടുള്ള ഭാഗങ്ങൾ മൊത്തം ഡീറ്റെയിൽഡായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയത്ത് തോന്നിക്കാണാം ഇത്രയൊക്കെ ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ഇത്രയൊന്നും ചോദിക്കുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ തോന്നുന്നതുണ്ടാകാം. പക്ഷെ അതല്ല, നമ്മുടെ ഓരോന്നും വ്യക്തമായി തന്നെ നിങ്ങളായിട്ട് തന്നെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കും. ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളങ്ങനെ വാക്കാലൊന്നും മോശം പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും, ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇപ്പോൾ ICA പറ്റിയാണെങ്കിൽ ICA പഠിക്കാൻ ആകെ പഠിക്കുവാണെങ്കിൽ 1895 ICA രൂപീകരിച്ച കാര്യവും അത് കഴിഞ്ഞാൽ പിന്നെ കോപ്പറേറ്റീവ് ഡേ 1923 ആഘോഷിച്ച കാര്യവും പിന്നീട് നമ്മൾ ഓർക്കാൻ ചാൻസ് ഉള്ളത് 1937 ആദ്യത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ICAയുടെ വന്നതും പിന്നെ 66 രണ്ടാമത് വന്നതും 95 മൂന്നാമത് വന്നതും പിന്നെ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് 2012 ഇങ്ങനൊരു 5-6 എണ്ണമായിരിക്കാം നിങ്ങൾ വർഷമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കാൻ ശ്രമിക്കുന്നതും അഥവാ നമ്മൾ പഠിപ്പിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാൻ ശ്രമിക്കുന്നതും. എന്നാൽ അതിൻ്റെ സീക്വൻസ് ആയിട്ട് വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ബാച്ചുകാർക്കല്ല, നേരത്തെയുള്ള ബാച്ചുകാർക്ക് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവർ പോലും ധരിച്ചിട്ടുണ്ടാകാം ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യം വന്ന് കാണും. അങ്ങനെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസറൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ഐഡിയയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൻസറിനെ പറ്റി നിങ്ങളിപ്പോൾ ബേജാറല്ല, കാരണം എല്ലാത്തിൻ്റെയും ആൻസർ കിട്ടി. നമ്മൾ എഴുതിയ ക്വസ്റ്റ്യനകത്ത് നമ്മൾ എഴുതിയ എക്സാമിൻ്റെ ആൻസറിലേ ഉള്ളൂ നമുക്ക് ബേജാറ്. ഇപ്പോൾ ഈ ആൻസർ കീ വന്നപ്പോൾ ഏതാണ് ആൻസർ എന്നുള്ള കാര്യത്തിലുള്ള ബേജാറൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ പഠനത്തിൻ്റെ രീതി നിർബന്ധമായിട്ടും മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ, ഞാൻ ഓരോ ക്ലാസ്സിലും പറയാറുണ്ട്, നമ്മുടെ ലോയുടെ ആയാലും കോർപ്പറേഷനൊക്കെ എടുക്കുമ്പോൾ പോയിന്റ് പറയുമ്പോൾ അതിനകത്തിൽ ഈസ്, വാസ്, ഷാല് ഇതൊക്കെ ഒഴിവാക്കാനുള്ളൂ, ബാക്കി ഒന്നും ഒഴിവാക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് പഠിച്ചാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ചോദിച്ചാലും എഴുതാം, പക്ഷേ ഒബ്ജക്റ്റീവ് പഠിച്ചിട്ട് ഡീറ്റെയിൽസ് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കൊന്ന് പോകാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വിശാലമായിട്ട് സബ്ജക്റ്റ് ഓരോ പോർഷൻ ബേസ് എടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം.
അപ്പൊ ഇതിന്റെ ചില ക്വസ്റ്റ്യൻസുകളൊന്ന് നമുക്ക് ചർച്ച ചെയ്തു പോകാം. അറേഞ്ച് ചെയ്ത മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ICA ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ്. അതായിരുന്നു നമ്മുടെ എ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യന്റെ കോഡ് എയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നിങ്ങൾക്ക് പല കോഡിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തേത് ഇതാകണമെന്നില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഇടയ്ക്കുള്ളതായിരിക്കും എയ്ക്കും ബിക്കും സിക്കും ഡിക്കും വരുന്നത്. ഓക്കെ, ഏതായാലും ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമാനുഗതമായിട്ടാണ്. എന്നുവെച്ചാൽ 1, 2, 3, 4 അല്ലെങ്കിൽ 1990, 91, 92 ഇങ്ങനെ ക്രമത്തിന് എഴുതുന്നതാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം 1895 ICA രൂപീകൃതമായത്. അവിടെയാണ് ആദ്യത്തെ വർഷം തുടങ്ങുന്നത്. ആ ചോദ്യം ഇതിനകത്ത് വന്നിട്ടില്ല. ICA രൂപീകരിച്ച ഇത് മുതൽ എന്നുള്ള കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ 1896 കോപ്പറേറ്റീവ്സിന്റെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സിന്റെ പ്രിൻസിപ്പിൾസ് എന്ന രൂപത്തിൽ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി പ്രഖ്യാപിച്ചത് 1896 അപ്പം 1895 കഴിഞ്ഞ് ആദ്യം സംഭവിച്ചത് അതാണ്. പിന്നെ നിങ്ങൾക്കറിയാം ICAയുടെ ഹെഡ്ക്വാർട്ടർ ആദ്യം ലണ്ടനിലായിരുന്നു. ദ ഹെഡ്ക്വാർട്ടർ ഓഫ് ICA ട്രാൻസ്ഫേർഡ് ഫ്രം ലണ്ടൻ ടു ജനീവ എന്നുള്ള സെന്റൻസിന്റെ ഒരു ചുരുക്കം ആണ് പറഞ്ഞിരിക്കുന്നത്. ICA മൂവ്സ് ടു ജനീവ, അങ്ങ് ചുരുക്കിയതാണ്. അപ്പൊ ഇത് കറക്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ദ ഹെഡ്ക്വാർട്ടർ ഓഫ് ICA ട്രാൻസ്ഫർ ഫ്രം ലണ്ടൻ ടു ജനീവ ഇൻ 1982 എന്ന്. അത് നമ്മളെ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്തു ICA. അപ്പൊ ഇവിടെ ICAയുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് റോക്ക്ഡെയിലുകാരാണ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കറിയാം. ആ റോക്ക്ഡെയിൽ ICA ആദ്യമായിട്ട് റോക്ക്ഡെയിൽ കൊണ്ടുവന്നെങ്കിലും അത് ICA അംഗീകരിച്ചതല്ലായിരുന്നു. അത് പല ഘട്ടമായിട്ടാണ് ICA 3 ഘട്ടമായിട്ടാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് ഉണ്ടായതെന്നറിയാം. അതായത് ICAയുടെ ഘട്ടം ആദ്യത്തേത് 1937 അത് ICA പ്രിൻസിപ്പിൾ റിവ്യൂ ചെയ്തു, ഒന്ന് വിലയിരുത്തി, നേരത്തെ ഉള്ളതെന്ന് റിവ്യൂ ചെയ്തു. പിന്നീട് 66 രണ്ടാമത്തെ റിവ്യൂ നടന്നത്. മൂന്നാമത്തെ റിവ്യൂ നടന്നത് 1995 1937, 66, 95 ഈ 3 ഘട്ടത്തിലായിട്ടാണ് ICAയുടെ പ്രിൻസിപ്പിൾസ് റിവ്യൂ നടക്കുന്നത്. ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് ആണോ സെക്കൻഡ് സ്റ്റേജ് ആണോ തേർഡ് സ്റ്റേജിലെ റിവ്യൂ ആണോ എന്ന് പറയുന്നില്ല. ഇവിടെ റിവ്യൂ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ആകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 1937 ആദ്യത്തെ റിവ്യൂ. പിന്നെ നിങ്ങൾക്കറിയാം ICAയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്രോണോളജിക്കൽ ഓർഡറിനകത്തിൽ ICAയുടെ ഒരുപാട് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ രൂപീകൃതമായിട്ടുണ്ട്. ഹൗസിംഗുമായി ബന്ധപ്പെട്ടും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടും ബാങ്കിങ്ങിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അവരുടെ സബ് അല്ലെങ്കിൽ അവിടെ അഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ രൂപീകൃതമായ വർഷങ്ങളൊക്കെ നമുക്കുണ്ട്. അതെല്ലാം ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ വരുന്നതാണ്. എന്നാൽ 1946 നിങ്ങൾക്കറിയാം ICAയ്ക്ക് UN കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് കൊടുത്തത്. എന്ന് വെച്ചാൽ UN പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളും പല കാര്യങ്ങളും അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ICAയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ UNO മറ്റ് പ്രസ്ഥാനങ്ങളെയും കൂടി ഏതെങ്കിലും കാര്യത്തിൽ ഉൾപ്പെടുത്തി UNOയുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി മറ്റു ചില സ്ഥാപനങ്ങളെയും കൂടെ സഹായം തേടാറുണ്ട്. അങ്ങനെ തേടാൻ സ്ഥാപനങ്ങളെയാണ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് കൊടുത്തു എന്ന് പറയും. അങ്ങനെ ഒന്നിലധികം സ്ഥാപനങ്ങൾക്ക് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അത് 1946 3 കൊടുത്തു.
അതിൽ ഒരെണ്ണം UN നമ്മുടെ ICA ആണ്. അപ്പൊ കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് കിട്ടിയത് 1946 അങ്ങനെ അതൊക്കെ നമ്മൾ സത്യത്തിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാകാം, ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം, അഥവാ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി 1896 കൺഫേം ചെയ്തു എന്ന് നിങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും നിങ്ങൾ വേണ്ടത്ര അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. പിന്നെ UN ഗ്രാൻഡ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നിങ്ങളെ ഉൾക്കൊള്ളത്തില്ല. കാരണം അതൊക്കെ എന്തിനു പഠിക്കുക? കാരണം നേരത്തെ നമ്മൾ നിശ്ചയിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. അതിന് നിങ്ങൾക്ക് എവിടുന്ന അധികാരം കിട്ടിയത്? ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും എന്നുള്ള എന്ത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് അനുഭവമാണുള്ളത്? ഒന്നോ രണ്ടോ പരീക്ഷ എഴുതിയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ക്വസ്റ്റ്യൻസുകളൊക്കെ ഗൈഡായിട്ട് ഇറങ്ങി വരുമ്പോൾ അത് വായിച്ച അനുഭവം. അതിൽ എല്ലാം വായിച്ചല്ല, അതിൽ കുറച്ചൊക്കെ വായിച്ചതിനുള്ള അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾ ഇന്നതൊക്കെ ചോദിക്കൂ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഒരിക്കലും, അത് കുറച്ചെങ്ങാനും ഒരു 50% 40% ഒക്കെ നിങ്ങൾ നിശ്ചയിക്കുന്നത് വരാം. അത് വെച്ചുകൊണ്ട് റാങ്കിലെത്താനൊക്കത്തില്ല. നിങ്ങൾ സ്വമേധയാ ഒന്നും പരീക്ഷയ്ക്ക് നിശ്ചയിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നിശ്ചയിക്കാൻ നിങ്ങളൊന്നും മുന്നോട്ട് വരണ്ട. നിങ്ങൾ പഠിക്കുക എന്നുള്ള ചിന്തയോടുകൂടി ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അങ്ങനെയുള്ള തീരുമാനമെടുക്കാനുള്ള ഒന്നും ആയിട്ടില്ല നിങ്ങൾ. അങ്ങനെ നിങ്ങളായിട്ടില്ല നിങ്ങൾ മോശക്കാരാക്കുകയല്ല. അതിനുള്ള ഒരുപാട് അനുഭവമുള്ളവർക്ക് പോലും അതിന്റെ ഒരു തീരുമാനം എടുക്കാനൊക്കാത്തപ്പോൾ വെറും കുഞ്ഞുങ്ങളായ നിങ്ങളെന്തിനാ അങ്ങനെ തീരുമാനം എടുക്കുന്നത്? ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകും. ഇതിനകത്തില് ഒന്നാമത്തേത് B ആണ്. ക്രോണോളജിക്കൽ ഓർഡർ വരുമ്പോൾ 2 ഇത് വരും, 3 ഇത് വരും, 4 ഇത് വരും. ഇത് അടിച്ചപ്പോഴത് അപ്പൊ 1 ഇവിടെ 1 B, 2 A, 3 D, 4 C എന്നാ വരേണ്ടത്. അത് ഈ അടിച്ച ക്വസ്റ്റ്യൻ അടിച്ചതിനകത്ത് വന്ന മിസ്റ്റേക്കാ. അതിന്റെ എല്ലാം അങ്ങനെ തന്നെ ABCD അല്ല ഓർഡിനറി ഇത് തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിവിടെ ഇത് ഓർത്താൽ മതി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇത് ABCD. അപ്പോൾ ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ആയി വെച്ചേക്കുന്ന ഓർഡറിൽ എഴുതിയാൽ മതി. ആദ്യം B വരും, രണ്ടാമത് A വരും, മൂന്നാമത് D വരും, നാലാമത് C വരും. അപ്പൊ ഇതാണ് ആൻസർ. നിങ്ങൾ ആൻസർ ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റ്യൻ ഉള്ളവരൊക്കെ ഇതെല്ലാവരും പരീക്ഷ എഴുതിയവരല്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. പരീക്ഷ എഴുതിയവരെ സംബന്ധിച്ചിടത്തോളം അവര് പരീക്ഷ ഹാളിൽ പോയിരുന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഇങ്ങനെ പഠിക്കണമെന്നുള്ളതിനെ പറ്റി. പരീക്ഷ എഴുതാത്ത അനേകം കുട്ടികൾ ഇക്കൂട്ടത്തിൽ കാണും. അവര് ഇക്കാര്യങ്ങൾ ആ ക്വസ്റ്റ്യന്റെ രീതി ഒന്ന് നോക്കി മനസ്സിലാക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് നിങ്ങൾക്കറിയാം അതും പ്രിൻസിപ്പിളാണ്. ICAയുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത് ആ ചാപ്റ്ററിന്റെ സിലബസിന്റെ ബേസിൽ തന്നെയാണ്. ക്വസ്റ്റ്യൻ കുറച്ചേറെ മിസ്റ്റേക്കുകളുണ്ട്, എങ്കിലും ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ രീതി ക്രമത്തിന് നല്ല രീതിയിൽ തന്നെയാണ്. അത് പല ക്വസ്റ്റ്യൻസും വേണ്ടത്ര നിലവാരമില്ലാതെ വരികയോ അല്ലെങ്കിൽ ക്ലാരിറ്റിയോടുകൂടി ക്വസ്റ്റ്യൻ എഴുതാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴും സംഭവിക്കാവുന്ന, അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ക്വസ്റ്റ്യനുകളൊക്കെ അതിന്റെ ചോദ്യ രീതിയൊക്കെ നല്ല രീതിയിലായിരുന്നു. അപ്പൊ തന്നെ മെമ്പർ ഇക്കണോമിക് പാർട്ടിസിപ്പേഷനും ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസും കോഓപ്പറേഷനും ആടെയോ മൈക്ക് വേണം ഒന്ന് ഓഫാക്കി വെക്കേ. പിന്നെ ഡെമോക്രാറ്റിക് കൺട്രോൾ, ഇതിങ്ങനെ തന്നിരിക്കുന്നു. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്രോണോളജിക്കൽ ഓർഡറിലെ നമ്മുടെ ആ പ്രിൻസിപ്പിള് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ നമ്മളതും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ആ ക്രമത്തിന് തന്നെ പഠിച്ചു വെക്കണം.
ഏതെങ്കിലും പരീക്ഷകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച കാലഘട്ടത്തിൽ സാറ് പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ പ്രിൻസിപ്പൾ 7 ഒപ്പിക്കാൻ വേണ്ടി ഒക്കുന്നതൊക്കെ ആദ്യമൊക്കെ പറഞ്ഞ് അവസാനം അടുത്തിരിക്കുന്ന ആളുടെയും കൂടെ സഹായത്തോടുകൂടി 7 എത്തിക്കുന്ന രീതി പാടില്ല. ഇത് നിങ്ങൾ ആ ക്രമത്തിന് തന്നെ ഓർത്ത് വെക്കുക. അതിനൊരു ഓർഡർ ഉണ്ട്, അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത്തരണത്തിൽ പറഞ്ഞതാ, നമ്മൾ എടുക്കാം. അതൊക്കെ എല്ലാം പഠിപ്പിക്കാനുള്ള സമയം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എടുക്കുക. നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പൊ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഇതിനൂടെ ഓർക്കണം. ഓരോന്നിനും ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് അങ്ങനെയുള്ള രൂപത്തിൽ ഒന്നി തുടങ്ങി കൺസേൺ ടു കമ്മ്യൂണിറ്റി അവസാനിക്കുന്ന ആ ഓർഡർ അതുപോലെ തന്നെ പഠിക്കണം. അല്ലാതെ 7 പഠിച്ചു തീർത്തു എന്ന് പറഞ്ഞിരിക്കരുത്. ഇപ്പോഴത്തെ അനുഭവത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ഇതിന്റെ ഓരോന്നിന്റെയും മെമ്പർ ഇക്കണോമിക് പാർട്ടിസിപ്പേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗങ്ങളെല്ലാം വേണ്ടത്ര എല്ലാ അംഗങ്ങളും ഷെയർ എടുത്ത് ആ സംഘവുമായി ബന്ധപ്പെട്ട് ഷെയർ എടുക്കണം. അംഗങ്ങൾ ഷെയർ എടുക്കും, കൂടുതൽ ഷെയർ എടുക്കുക, കൂടുതൽ ബിസിനസ് ട്രാൻസാക്ഷനിൽ ബന്ധപ്പെടുക, ഡിപ്പോസിറ്റ് ചെയ്യുക, ലോൺ എടുക്കുക, കൺസ്യൂമർ ആർട്ടിക്കിൾസ് വിതരണം ചെയ്യുന്നിടത്താണെങ്കിൽ അതിൽ പങ്കാളിയാകുക. മൊത്തത്തിൽ ഒരു ബന്ധം സംഘവുമായിട്ട് അംഗങ്ങൾക്കുണ്ടാകണം. അല്ലാതെ ഷെയർ എടുത്ത് എന്ന് മാത്രം കൊണ്ട് അവസാനിപ്പിക്കരുത്. അപ്പോൾ മെമ്പർ കോൺട്രിബ്യൂട്ട് ഇക്വിറ്റബിളി ടു ദ ക്യാപിറ്റൽ ഓഫ് ദ കോപ്പറേറ്റീവ്സ്. എല്ലാവരും വേണ്ടത്ര ക്യാപിറ്റല് കൊടുക്കണം. എല്ലാവരും സംഘത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടണം, അതിന്റെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഓട്ടോണമി. അടുത്തത് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസിന്റെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഓട്ടോണമി എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻസ് വെച്ചാൽ സ്വയംഭരണവും സ്വാതന്ത്ര്യവും. നമ്മുടെ കാര്യം നിശ്ചയിക്കാൻ നമുക്ക് അവകാശം കിട്ടുക, വേറെ ആരും അതിനകത്ത് ഇടപെടാതിരിക്കുക. നമുക്ക് ഒരു കാര്യങ്ങളിൽ ആരുമായിട്ടെങ്കിലും ഒരു എഗ്രിമെന്റ് വെക്കണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് കോൺട്രാക്ട് ഏർപ്പെടാം എങ്കിൽ അത് നമുക്ക് ചെയ്യാം. നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 9 കിടപ്പുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എ ബോഡി കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സ്വന്തമായിട്ട് കോൺട്രാക്ട് ഏർപ്പെടാം, സ്വന്തമായിട്ടൊരു അഡ്രസ് ഉണ്ടാക്കാം, അവർക്ക് സംഘത്തിന്റെ പേരിൽ ലാൻഡ് വാങ്ങിക്കാം, സ്യൂട്ട് കൊടുക്കാം, സ്യൂട്ട് ഡിഫെൻഡ് ചെയ്യാം, സ്വന്തമായി സീലുണ്ടാക്കാം. ഇതൊക്കെ ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകതയാണ്. എന്നുവെച്ചാൽ അവരുടെ കാര്യത്തിൽ മറ്റാരും ഇടപെടാതെ. അതിനകത്ത് ഇത് വരുന്നത് നമുക്കറിയാം, ദേ ക്യാൻ എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെന്റ് വിത്ത് എനി തേർഡ് പാർട്ടി ഓൺ ഇറ്റ്സ് ഓൺ നെയിം. അവരുടെ പേരിൽ തന്നെ സ്വന്തമായിട്ട് ആരുടെയും ഹെൽപ്പില്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടാം. അപ്പോൾ അത് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസിന്റെ വരുന്നു. അടുത്തത് കോഓപ്പറേഷൻ അമംഗ് കോഓപ്പറേറ്റീവ്സ്. അത് നിങ്ങൾക്കറിയാം, നമ്മൾ കോഓപ്പറേഷൻ പ്രിൻസിപ്പിൾ പഠിപ്പിച്ചപ്പോൾ കോഓപ്പറേഷൻ അമംഗ് കോഓപ്പറേറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റവാക്കിൽ അവസാനിക്കുന്നതല്ല. നമുക്കറിയാം, പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഇപ്പൊ നമ്മുടെ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റി ആണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുമായിട്ടും അവർ കൺസ്യൂമർ ഫെഡുമായിട്ടും അവർ NCCF-ഉമായിട്ടും അവർ ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ബന്ധത്തിൽ പോകും. ഇതിനെ വെർട്ടിക്കൽ ഇക്വിറ്റി എന്ന് പറയും. വെർട്ടിക്കൽ സ്വന്തം, അതിന്റെ മുകളിലോട്ട് ബന്ധം, അവരിങ്ങോട്ട് ബന്ധം, ഇവരിങ്ങോട്ട് ബന്ധം, ഇങ്ങോട്ട് ബന്ധം, പരസ്പരം മുകളിലേക്ക് പോകുന്നു. എന്നാൽ പ്രൈമറി കൺസ്യൂമർ സ്റ്റോർ, പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി, പ്രൈമറി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി VVI സൊസൈറ്റി, ഇങ്ങനെ പ്രൈമറികൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുന്നതാണ് ഹൊറിസോണ്ടൽ ഇക്വിറ്റി. അങ്ങനെ ഹൊറിസോണ്ടലുമുണ്ട്, വെർട്ടിക്കലുമുണ്ട്. ഒരു സ്ഥലം സംഘത്തിന്റെ മുകളിലത്തെ സംഘവുമായും അതിന്റെ മുകളിലത്തേതുമായിട്ട് ബോട്ടം ലെവൽ മുതൽ ഇന്റർനാഷണൽ ലെവൽ വരെ ഉണ്ടാകുന്ന ബന്ധം. കൂടാതെ ബോട്ടം ലെവലിലുള്ളതെല്ലാം തമ്മിലൊരു ബന്ധം, സെൻട്രൽ ലെവലിലുള്ളതെല്ലാം കൂടെ തമ്മിൽ ബന്ധം, സംസ്ഥാന ലെവലിലുള്ളതെല്ലാം കൂടെ തമ്മിൽ ബന്ധം. അതിന് ഹൊറിസോണ്ടലാണ്. ഇത് വെർട്ടിക്കൽ. ആ വെർട്ടിക്കലായിട്ടുള്ള സംവിധാനമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്.
വർക്കിംഗ് ടുഗദർ ത്രൂ ലോക്കൽ, നാഷണൽ, റീജിയണൽ ആൻഡ് ഇന്റർനാഷണൽ സ്ട്രക്ചറിൽ. അതാണ് കോഓപ്പറേഷൻ അമംഗ് കോഓപ്പറേറ്റീവ്സ്. അടുത്തത് ഇത്രയും കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ അറിഞ്ഞില്ലേലും നിങ്ങൾക്കിപ്പൊ തന്നെ ഈ 4 ക്രമത്തിന് തന്നെ നോക്കണമെന്നില്ല. ഏതെങ്കിലും നോക്കിയിട്ട് യോജിപ്പിക്കാൻ ഒക്കുന്നത് യോജിപ്പിക്കുക. ആദ്യം യോജിപ്പിച്ച് അത് പോലെ വരുന്നതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ 1ഉം 4ഉമേ അറിയത്തുള്ളൂ. ഒന്നാമത്തേതിന്റെ 3ഉം എയുടെ 3ഉം ഡിയുടേത് ഡിയുമായി ബന്ധപ്പെട്ടത് 2ഉമാണെന്ന് അറിയാമെങ്കിൽ അങ്ങനെ A3ഉം D2 ഉള്ളത് ഉണ്ടോന്ന് നോക്കണം. അതില് ഇവിടെ ഇപ്പം A3ഉം D2 ഉള്ളത് 2 എണ്ണം ഉണ്ട്. ചിലപ്പം 1 ഉള്ളുവെങ്കിൽ ഉറപ്പായിട്ടും ഇത് കണ്ടെത്താൻ പറ്റും. ബാക്കിയുള്ള നമുക്ക് അറിയാൻ വയ്യെങ്കിലും എഴുതാൻ പറ്റും. ഇപ്പൊ ഇവിടെ വന്നെ A1 ആണെന്ന് നിങ്ങൾക്കറിയാം, ഇപ്പൊ A3 ആണെന്നറിയാം, ഡി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സി 1 ആണെന്നറിയാം. അങ്ങനെ ഏതെങ്കിലും 2 എണ്ണമോ 3 എണ്ണമോ അറിയാമെങ്കിൽ 4മത്തെ അറിഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഇപ്പം നമുക്ക് ഈ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിലെ അംഗങ്ങളായിട്ടുള്ളവർ തെരഞ്ഞെടുക്കപ്പെടുന്ന പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ലാതെ എലക്ട് ചെയ്യപ്പെടുന്നവരാണ് ഭരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്ക് 3, ബിക്ക് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസിന് ബിക്ക് 4, എക്ക് 3, ബിക്ക് 4, സിക്ക് 2, സിയുടെ വരുന്നുണ്ട് 1, ഡിയുടെ 2. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് ആൻസർ ആയിട്ട് കണ്ടെത്താം. ഇതൊരു ചെറിയ പണി എന്ന് പറയുമ്പോൾ സമയത്തിന്റെ കാര്യത്തിലും ഇച്ചിരി നഷ്ടപ്പെടും. നമ്മുടെ കോപ്പറേറ്റീവ് എക്സാം ബോർഡിന്റെ ഒക്കെ പരീക്ഷയ്ക്ക് 1.25 മണിക്കൂർ ഉണ്ടെങ്കിൽ 1/4 മണിക്കൂർ കൊണ്ട് തീർത്തിൽ 1 മണിക്കൂർ ഇരുന്ന് നോക്കിയിരിക്കുന്ന അവസ്ഥയൊന്നും അല്ല ഇത്. ഇതൊന്ന് നമ്മുടെ ഒരുപാട് ചിന്തിക്കുന്നതും മാത്രമല്ല ഈ ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങളും കൂടി പ്രയോജനപ്പെടുത്തിയാലേ ഇതൊക്കെ എഴുതാനൊക്കെ. എല്ലാം നോട്ട്സ് ആയിട്ട് തന്നെ കിട്ടുന്നത് വെച്ചിട്ട് ചിലപ്പം എഴുതാനൊക്കെ ഒന്നും വരത്തില്ല. നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിൽ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ആ വാചകത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ളതിന്റെ ആൻസർ എഴുതാനൊക്കും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ നമ്മളത് പഠിപ്പിച്ചാണ് ക്യാപിറ്റലിസവും. അത് എല്ലാ ക്ലാസ്സിലും വന്നിട്ടില്ല. നമ്മളെ സിലബസ് അനുസരിച്ച് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ സിലബസിലെ ആദ്യത്തെ ചാപ്റ്റർ കോപ്പറേഷൻ ആൻഡ് അതർ ഇക്കണോമിക് സിസ്റ്റംസ് ആണ്. അതിൽ നമ്മൾ പലപ്പോഴും ക്യാപിറ്റലിസം എന്താണെന്നും അതും കോപ്പറേഷനുമായിട്ടുള്ള ബന്ധം, സോഷ്യലിസം എന്താണെന്നും അതും കോപ്പറേഷനുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിസം കോപ്പറേഷനുമായിട്ടുള്ള ബന്ധം, പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും കോപ്പറേഷനുമായിട്ടുള്ള ബന്ധം, പാർട്ട്ണർഷിപ്പും കോപ്പറേഷനുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ പഠിക്കുമ്പോൾ നമ്മളതിൽ വ്യക്തമായിട്ട് ഓരോ ക്യാപിറ്റലിസത്തെ പറ്റിയൊക്കെ വ്യക്തമായി പഠിപ്പിച്ചിട്ടാണ് നമ്മൾ കോപ്പറേഷന്റെ കാര്യവുമായിട്ട് കണക്ട് ചെയ്തത്. അപ്പൊ പഠിപ്പിക്കുന്ന അവസരത്തിൽ സത്യത്തിൽ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ബോറടിക്കും എന്ന്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചവർക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇവിടെ ലൈക്ക് ക്യാപിറ്റലിസം കോപ്പറേഷൻ ആൾസോ അക്സെപ്റ്റ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. നമ്മൾ പഠിച്ചതാണ്. ക്യാപിറ്റലിസത്തില് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, കോപ്പറേഷനിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ക്യാപിറ്റലിസ്റ്റ് രാജ്യത്തെ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ഭൂമി വാങ്ങാം. കോപ്പറേഷനിൽ അംഗമായ ഒരാളിന്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമായ ആളിന് സ്വന്തമായിട്ട് വസ്തു വാങ്ങിക്കരുത്. സംഘത്തിന് തന്നെ സ്വന്തമായിട്ട് വസ്തു വാങ്ങിക്കാം. അപ്പൊ പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി രണ്ടിടത്തും ഉണ്ട്. അപ്പൊ അതൊരു ശരിയായ സെന്റൻസ് ആണ്. പിന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. നമ്മള് എൻ്റർ ഇൻടു കോൺട്രാക്ട് വിത്ത്, അപ്പൊ നമ്മുടെ സെക്ഷൻ 9 തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ എൻ്റർ ഇൻടു കോൺട്രാക്ട് ഏർപ്പെടാമെന്ന് പറയുന്നുണ്ട്. ക്യാപിറ്റലിസത്തിലും അത് പറ്റുമെന്നുള്ള കാര്യം 100%. അപ്പൊ അതിനകത്ത് ഡൗട്ടില്ല. അപ്പൊ ഇത് ശരിയായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്.
അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2. കോപ്പറേറ്റീവ്സ് ആൾസോ യൂസ് ക്യാപിറ്റൽ ക്യാരി ഓൺ ദ ബിസിനസ്. കോപ്പറേറ്റീവ്സിനും ഷെയർ ക്യാപിറ്റലാണ് ബിസിനസ് നടത്താൻ വേണ്ടി ഷെയർ വേണം. മുതലാളിത്തത്തിൽ ക്യാപിറ്റൽ ആണ് മുതലാളിത്തത്തിന്റെ എല്ലാം. അപ്പം രണ്ടിടത്തും ക്യാപിറ്റൽ, മുതലാളിമാർ എല്ലാം ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ക്യാപിറ്റലാണ്, മൂലധനമാണ്. നമ്മുടെ സഹകരണ സംഘത്തിലും ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതും ശരിയാണ്. പിന്നെ ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രോഫിറ്റ് മോട്ടീവാണ്. കോർപ്പറേഷന്റെ സർവീസ് ആണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ സർവീസ് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ലാഭേച്ഛ കൂടാതെ സംഘങ്ങൾ ആൾക്കാരെ സഹായിക്കുന്നു. അപ്പോൾ കോപ്പറേറ്റീവ് ക്യാപിറ്റലിസത്തിന്റെ മോട്ടോ പ്രോഫിറ്റ് മോട്ടീവ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് മോസസ് എന്നാണ് അറിയപ്പെടുന്നത്. അക്യുമുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ വെൽത്ത് ഈസ് ദ മെയിൻ ഓബ്ജക്റ്റ് ഓഫ് ദ ക്യാപിറ്റലിസം. എന്നാൽ കോർപ്പറേഷന്റെ സമയത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ദേശം അക്യുമുലേറ്റ് പ്രോഫിറ്റ് ഓർ വെൽത്ത് അല്ല, പിന്നെ ജനങ്ങൾക്ക് ന്യായമായ കാര്യങ്ങൾ ചെയ്യുക. പ്രധാനം സർവീസാണ്. അങ്ങനെ സർവീസ് എന്ന് പറഞ്ഞ വാക്കില്ലെങ്കിലും ദ മെയിൻ മോട്ടോ ഓഫ് ക്യാപിറ്റലിസം ഇസ് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് അറ്റ് എ മിനിമം കോസ്റ്റ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം. കോസ്റ്റ് കുറഞ്ഞാൽ ലാഭം കൂടുതൽ കിട്ടും. Whereas the prime motto of the cooperative render valuable at reasonable cost. Valuable service or valuables or service at reasonable cost. ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ നൽകുക. അത് കൺസ്യൂമറുമായി ബന്ധപ്പെട്ട ഏതോ വാക്കെടുത്താണ് ഉപയോഗിച്ചേക്കുന്നത്. എന്തായാലും ന്യായമായ കളക്ട് വരേണ്ടത് വേറെ പോയിന്റ് ഉണ്ടാകും. അപ്പം ഉള്ളത് വെച്ച് കിട്ടിയത് വെച്ചെങ്കിൽ എഴുതിയതാണ്. ഇവിടെ വരേണ്ടത് റെൻഡർ സർവീസാണ്. എങ്കിലും അതേ അർത്ഥം വരുന്ന, അതിനോട് ലാഞ്ചന വരുന്ന അതേ ആലോചിക്കാവൂ. ഇപ്പൊ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ന്യായമായ വിലയ്ക്ക്, അതായത് ക്വാളിറ്റി ഗുഡ്സ് റീസണബിൾ പ്രൈസിന് കൊടുക്കുകയാണ്. പ്രൈവറ്റ് ക്യാപിറ്റലിസത്തിൽ ഒരു മുതലാളി അതല്ല, അവൻ ലാഭം ഉണ്ടാക്കുക. അപ്പൊ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൽ അങ്ങനെയാണ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിലെ പ്രൈവറ്റ് മുതലാളിമാർ വില കുറച്ച് സ്ഥാനം വാങ്ങിച്ച് ലാഭം ഉണ്ടാക്കുകയാണ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് അവർക്ക് ന്യായ വില കൊടുത്ത് സ്ഥാനം വാങ്ങുകയാണ്. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കുകയാണ്. മുതലാളിമാരായിട്ടുള്ള ബ്ലേഡുകാര് ഉയർന്ന പലിശ. അങ്ങനെ ഓരോന്നിന്റെ എടുക്കുമ്പോൾ വ്യത്യസ്തമായ വാക്കുകളായിരിക്കും വരുന്നത്. മൊത്തത്തിൽ നമ്മളെ സർവീസ് ആണ് പ്രാധാന്യം എന്നുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ എടുത്ത് ഇട്ടതായതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ നമ്മൾ അതിലൊന്നും ബേജാറാക്കണ്ട. അപ്പൊ അതുകൊണ്ട് ആൻസർ ഇത് 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ആൻസർ 1, 2 and 3 ആണ് ആൻസർ. അടുത്തത്, ഇതൊന്നും സത്യത്തിൽ നിങ്ങൾ ഒരു ക്ലാസ്സിൽ കാര്യങ്ങൾ കേട്ട് നമ്മള് ചിലപ്പോൾ അത് വാചകക്കസരത്ത് പോലെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ചില കാര്യങ്ങൾ, സംഘത്തിന്റെ കാര്യങ്ങളെ പറ്റിയോ സംഘത്തിന്റെ പ്രവർത്തനത്തെ പറ്റിയോ സംഘം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നി ഇതൊന്നും ഒബ്ജക്റ്റീവ് അല്ലല്ലോ, ഒബ്ജക്റ്റീവ് വരുമ്പോൾ അത് തന്നാൽ പോരെ എന്നുള്ള രീതിയിലാണ് പലരും ക്ലാസ്. ചിലപ്പം നമ്മൾ ക്ലാസ് എടുത്തത് പിന്നീട് റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോഴും ഏതെങ്കിലും പോയിന്റിന്റെ ഭാഗത്ത് ഇങ്ങനെ കുത്തി കേൾക്കുന്ന രീതി ഉണ്ട് എല്ലാവർക്കും. അല്ല, ബാക്കിയൊക്കെ പറയുന്നത് ഈ എടുക്കുന്നവർക്ക് ഏതാണ്ട് പ്രത്യേകിച്ച് സുഖമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിജ്ഞാനം വിളമ്പാനോ അല്ല. അതല്ല, അതിന്റെ പിന്നില് ഈ കേട്ടതിൽ നിന്നും എഴുതാവുന്ന ഇതൊക്കെ കാര്യങ്ങളൊക്കെ. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് പ്രവർത്തിക്കണമെങ്കിൽ അവർ ഗുണപരമായി കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗുണപരമായിട്ടുള്ള നോളജുള്ള മെമ്പർമാര്, പിന്നെ കൂടുതൽ ക്യാപിറ്റൽ സമാഹരിക്കുക, കൂടുതൽ മെമ്പർ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുക, അതുപോലെ തന്നെ കൂടുതൽ ഡിപ്പോസിറ്റ് വരിക, ഓവർ ഡ്യൂ കുറയുക, പ്രൊഫഷണൽ മാനേജ്മെന്റ് പ്രവർത്തനം, പിന്നെ ഈ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിലുള്ള കോപ്പറേഷൻ,
സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, അതായത് സ്കിൽഡ് സ്റ്റാഫ്, ട്രെയിൻഡ് സ്റ്റാഫ്, ഇതൊക്കെ സഹകരണ സംഘത്തിന് വേണ്ട അഡ്വാൻറ്റേജുകളാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സഹകരണ സംഘം മുന്നോട്ട് പോകാൻ ഒക്കൂ. എന്നാൽ സംഘത്തെ ബാധിക്കുന്നുണ്ട് ഓവർ ഡ്യൂ, ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് ആണ്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് ആയിട്ട് പഠിക്കുന്നത് ഓവർ ഡ്യൂ ആണ്. പിന്നെ ഈ ക്യാപിറ്റൽ, ഡിപ്പോസിറ്റ്, ഇതൊക്കെ സമാഹരിക്കുന്നതിൽ വരുന്ന ആ പണം സമാഹരണത്തിൽ ഡിപ്പോസിറ്റ് മൊബിലൈസേഷന് വരുന്ന പ്രയാസങ്ങൾ. പിന്നെ ഈ നോളജുള്ള പ്രൊഫഷണൽ മാനേജ്മെന്റിന്റെ അഭാവം, സ്കിൽഡ് സ്റ്റാഫ് അല്ലെങ്കിൽ ടെക്നിക്കൽ അല്ലെങ്കിൽ ഈ നല്ല രീതിയിലുള്ള ട്രെയിൻഡ് സ്റ്റാഫിന്റെ അഭാവം, ചില കാര്യങ്ങളിൽ ക്യാപിറ്റലിന്റെ കുറവ്, ചില കാര്യങ്ങളിൽ അമിതമായ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ കൺട്രോൾ. സ്റ്റേറ്റ് എയ്ഡ് നല്ലതാണ്, അത് കൺട്രോളിലേക്ക് പോകരുത്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഇല്ലാതാകും. അങ്ങനെ പല കാര്യങ്ങളും ഇതിന് ദോഷമുണ്ട്. അതിൽ ആ ദോഷങ്ങളെ രണ്ടെണ്ണം എടുത്തിട്ടേക്കും എന്നുള്ളതേ ഉള്ളൂ ഇവിടെ. അത് സാധാരണ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ആൻസർ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഒരു ഗൗരവതരമായ കാര്യപ്രാപ്തിയോടുകൂടിയുള്ള കാര്യവിവരണങ്ങളെ തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ, ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്, ഇങ്ങനെ കുറച്ച് വായിച്ചിട്ട് ആൻസർ എഴുതുന്ന രീതി കൊണ്ട് അല്ല ഇനി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്വമേധയ അറിവിൽ നിന്ന് കാര്യങ്ങൾ കണ്ടെത്തുക. ഒരു ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ സംഘത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ എന്തൊക്കെയാണ് മാർഗങ്ങളെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ചില പോയിന്റുണ്ട്. എന്താണ് ഒരു സഹകരണ സംഘം നേരിടുന്ന പ്രയാസങ്ങൾ എന്ന് ചോദിച്ചാൽ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന്, കേട്ടതിൽ നിന്ന്, സംഘത്തിന്റെ കാര്യത്തെപ്പറ്റി പഠിച്ചതിൽ നിന്നാണ് ആൻസർ പറയേണ്ടത്. അത് വായനയിലൂടെയും അറിവിലൂടെയും കേട്ടാണ് അത് അറിയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ പോലെയോ ഒന്നും തന്നെ ചിലപ്പോൾ ഒരു ഗൈഡിൽ വന്നെന്ന് വരത്തില്ല. അത് ക്ലാസ്സിൽ ചിലപ്പോൾ അതിന്റെ നോട്ട്സായിട്ട് ചിലപ്പം തന്നെന്ന് വരത്തില്ല. ഇവിടെ നോക്കുക, ഒരു സഹകരണ സംഘത്തിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ലയബിലിറ്റി ആകുന്നത് നല്ലതാണ്. കാരണം ലിമിറ്റഡ് ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സംഘങ്ങളെ ലിമിറ്റഡ് ആക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ ചില കമ്മിറ്റികളാണ്. ആൾ ഇന്ത്യ റൂൾ സർവേ കമ്മിറ്റി നിർബന്ധിച്ചത് ലിമിറ്റഡ് ലയബിലിറ്റി ആക്കണം. പല കമ്മിറ്റികളും പറഞ്ഞ് ലിമിറ്റഡ് എന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ ആൾക്കാർ അംഗത്വം എടുക്കത്തുള്ളൂ. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആ സ്ഥാപനത്തിന് നഷ്ടം വന്നാൽ ഞാൻ എന്തുമാത്രം സഹിക്കണം എന്ന് ചോദിച്ചാൽ അത് അറിയാനൊക്കത്തില്ല, അന്നേരവേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അംഗമാകത്തില്ല. മറിച്ച് നിങ്ങൾ 1000 രൂപയാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്കാകെ നഷ്ടപ്പെടുന്നത് 1000 ഉള്ളൂ എന്ന് എനിക്ക് ഉറപ്പ് തരുകയാണെങ്കിൽ എനിക്ക് ആ സ്ഥാപനത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യം വരും. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റിയുടെ പ്രത്യേകത. അതൊരു സംഘങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വളരെ ഗുണം ചെയ്ത ഒരു നടപടിയാണ് ലയബിലിറ്റി ലിമിറ്റഡ് ആക്കുക. അതതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഗവൺമെന്റ് കൺട്രോൾ എവിടെയായാലും നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കൺട്രോൾ ഒരിക്കലും ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് അല്ല. സ്റ്റേബിൾ എക്സിസ്റ്റൻസ്, സ്ഥിരത. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ഥിരത ഉണ്ടാകുക എന്ന് പറയുന്നത്, അതോ ഒരു പെട്ടെന്ന് അങ്ങ് തകർന്നു പോകുന്നത്, അത് അർത്ഥത്തിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നതാണ്. സ്റ്റെബിലിറ്റി, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി, സ്റ്റേബിളായിട്ട് നിന്നുകൊണ്ട് പുരോഗതി, പിന്നെ പുരോഗതിയിലെത്തുക, എത്തിയിടത്ത് നിന്ന് അവിടുന്ന് പിന്നെ ഉയരുക. നമ്മൾ സ്റ്റെപ്പ് കയറുന്ന പോലെ 1ൽ നിന്ന് 2ലേക്കും 2ൽ നിന്ന് 3ലേക്കും, അല്ലാതെ 1ൽ നിന്ന് 2ലേക്ക് പിന്നെ 3ൽ ചെന്നിട്ട് വീണ്ടും തറയിലേക്ക് പോകുന്ന അതല്ല. പിന്നെ 4ലേക്ക് വരുന്നു, പിന്നെ 2 അതല്ല. സ്റ്റെപ്പ്. അതാണ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. എപ്പോഴും സ്റ്റെബിലിറ്റി ഉണ്ടാകണം, നിലനിൽപ്പുണ്ടാകണം. അതൊരു നല്ല ഗുണപരമായ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ റിസോഴ്സസ് ഇല്ലായ്മ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്, ഇതില്ലായ്മ. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ്.
അതിന്റെ ഗുണപരമല്ലാത്തത് ഏതൊക്കെ? അത് ബിയും ഡിയുമാണ്. അങ്ങനെ വരുമ്പോൾ ആൻസർ സി ആണ്. ഇതെല്ലാം ഡൗട്ട് ഉണ്ടോ ചോദിക്കാന്? ഇതിപ്പോ നമ്മൾ വിശാലമായിട്ട് ക്ലാസ് എടുക്കുകയല്ല. ഇതിന്റെ കാര്യങ്ങളിലെ ക്വസ്റ്റ്യന്റെ ഒരു ആൻസറിലേക്ക് എത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യങ്ങളും ഇനിയും നിങ്ങൾ പഠിക്കുമ്പോൾ എന്തുമാത്രം ഊന്നൽ കൊടുക്കണം, അതൊന്നും ഇതൊരു പ്രശ്നമേ അല്ല. നിങ്ങളൊരു ഇപ്പോഴത്തെ ഈ പരീക്ഷ എന്ന് പറയുന്നത് അതൊക്കെ നമ്മളെ ഒരു അനുഭവങ്ങളാണ്. അപ്പൊ ഈ അനുഭവം നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നതാണ് നിങ്ങൾ കുറ്റം പറയാനൊക്കത്തുള്ളൂ. ഇനിയിപ്പം 2 പരീക്ഷ അടുപ്പിച്ച് വരാൻ പോവുകയാണ്. അതിനൊക്കെ പ്രയോജനപ്രദമായ രീതിയിൽ നിങ്ങളുടെ പഠന രീതി നമ്മൾ ഒരുപാട് പറഞ്ഞെങ്കിലും നിങ്ങൾ കേൾക്കാത്ത ആൾക്കാർക്ക് ഇതൊരു അനുഭവം കൂടെ, എന്തും പറയത്തില്ലേ, 2 കിട്ടിയാലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ അനുഭവം കൂടെ വന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കാണും. ഇനിയും ഉൾക്കൊള്ളാതിരിക്കുന്നതാണ് തെറ്റ്. ഇനിയും ഞാൻ മറ്റേ രീതി ആകുമെന്ന് നിർബന്ധം പിടിക്കരുത്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ എടുക്കാം. പക്ഷെ അത് നിങ്ങളോടൊന്ന് അതങ്ങ് ഉൾക്കൊണ്ടുകൊണ്ട് ആ എടുക്കുന്ന ആളിന്റെ സുഖമില്ലാത്തതുകൊണ്ടാണെന്ന് ധരിക്കരുത്. ഒരുത്തം വരും, ക്ലാസ് എടുക്കാൻ വേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ പറയും, അയാളുടെ വിധി എന്ന് പറഞ്ഞ് എന്നോട് സഹതാപം തോന്നൊരു കാര്യമില്ല. നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് അതും നിങ്ങളിതൊക്കെ എഴുതാനുള്ള പ്രാപ്തിയുള്ളവരെ, കാരണം അത് അക്കാര്യത്തിൽ മാത്രം നിങ്ങൾ ഈ പ്രിൻസിപ്പിളിന്റെ കാര്യത്തിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ടാകും. ആരുടെയും ഒരു മൈക്ക് എപ്പോഴും ഓൺ ആകും. ഒന്നിലും ഒരു മയങ്ങും ഇരുവാണോ എന്തുവാന്ന് അറിയത്തില്ല. ഏതായാലും ഒന്ന് ഓഫാക്കി വെച്ചാൽ നല്ലതാ. ചോദിക്കാനുള്ള ചോദ്യമാണെങ്കിൽ ചോദിച്ചാൽ നല്ലതാ. അല്ലെങ്കിൽ ആരോഗ്യ അങ്ങ് വല്ലാതായിപ്പോകും ക്ലാസ്. നിങ്ങൾക്കത് അറിയുന്നില്ല, പക്ഷെ ക്ലാസ്സിൽ ഒരു സുഖമല്ലത്. നമ്മളൊരു ക്ലാസ് എടുക്കുന്നു, കുറച്ച് പേര് കേട്ടുകൊണ്ടിരിക്കുന്നു, അവിടെ നിങ്ങളുടേതായിട്ടുള്ള അസൗകര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ക്ലാസിന്റെ സ്മൂത്ത്നെസ്സിനെ ബാധിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാം കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ 7 കളറിനെ പറ്റി ഓരോന്നിനും എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ ക്രമത്തിന് പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ഇപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം റെഡിന്റെ എപ്പോഴും കറേജാണ്. റെഡിന്റെ കറേജാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എയുടേത് 2 ആണ്. ബി ഗ്രീൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ചലഞ്ചാണ്. ഗ്രീൻ. ഡാർക്ക് ബ്ലൂ പെസിമിസമാണ്. വയലറ്റ് വാംതാണ്. എന്നുവെച്ചാൽ റെഡ് ധൈര്യത്തിന്റെ ഭാഗമാണ്. ഗ്രീൻ ഏതിനെയും ചലഞ്ച് ചെയ്യാനുള്ള കഴിവിന്റെയാണ്. ഡാർക്ക് ബ്ലൂ അശുഭാപ്തി വിശ്വാസത്തിന്റെയാണ്. പെസിമിസം, ഓപ്റ്റിമിസമാണ് ശുഭാപ്തി വിശ്വാസം. പെസിമിസം അശുഭാപ്തി വിശ്വാസത്തിന്റെ ചിഹ്നമാണ്. വയലറ്റ് വാംത് അഥവാ ഊഷ്മളതയുടെ ചിഹ്നമാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എയ്ക്ക് 3, എയ്ക്ക് 2, ബി 3, ഡി 1, ഡി 4 അങ്ങനെയാണ്. അപ്പൊ എയ്ക്ക് 2 വരുന്നത് ബിക്ക് 3 ഇതാണ്, സിക്ക് 1, ഡിക്ക് 4. ഇതാണ് ആ ക്രമത്തിന് ഓരോന്നിനെയും ഓരോ കളറും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ കൂടുതലായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാളേറെ ബാക്കിയുള്ള 3 കളറിന്റെയും കൂടെ ചിഹ്നങ്ങൾ അതിന്റെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നുള്ളത് പഠിച്ചു വെച്ച് വ്യക്തമായി പഠിച്ചു വെക്കുക. അതില് ചിലതിന്റെയൊക്കെ വിശാലമായ സെന്റൻസുകളുണ്ട്, അത് അതുപോലെ പഠിക്കുക. ചില പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ അതിലെ ചില ചെറിയ വാക്കുകൾ മാത്രം എടുത്താണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മാത്രം പഠിക്കരുത്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നെന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ നിറവും എന്തിനെ പ്രതിപാദിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് പറയുന്നുണ്ട്. ആ വ്യക്തമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നില്ല, കൊണ്ട് ചുരുക്കിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമ്മളെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ
ഇതിന്റെ വ്യക്തമായിട്ടുള്ളത് പഠിക്കുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. അടുത്തത് ദ ചാർജസ് ഓഫ് ടു ജോയിന്റ് രജിസ്ട്രാർ ഇൻ ദ ഹെഡ് ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് രജിസ്ട്രാർ ആർ ഡാഷ് എന്നാണ്. നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ ഈ കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിന്റെ രജിസ്ട്രാർ ഓഫീസ് എന്നുള്ള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരഫെഡിന്റെ സിലബസിനകത്ത് ഒരു ഭാഗമുണ്ടായിരുന്നു. അതിന്റെ ഭാഗത്തും ചോദിച്ചതാണ്. അപ്പൊ അവിടെ ഈ പ്രധാനമായിട്ട് ഇവിടെ രജിസ്ട്രാർ ഓഫീസിലെ കാര്യങ്ങളായി ചോദിച്ചിരിക്കുന്നത്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഓഫീസിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാർജസ് ടു ജോയിന്റ് രജിസ്ട്രാർ ഇൻ ദ ഹെഡ് ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് രജിസ്ട്രാർ ആർ കോപ്പറേറ്റീവ്. ആ ക്വസ്റ്റ്യൻ ഒന്നും തന്നെ സത്യത്തിലൊരു ഈ ക്വസ്റ്റ്യന് പല രീതിയിലുമുള്ള ഒരു പൂർത്തീകരണമില്ലാത്ത ക്വസ്റ്റ്യൻസുകളാണ് അതിനകത്ത് കൂടുതലും വന്നിരിക്കുന്നത്. പല ക്വസ്റ്റ്യൻസിനും വേണ്ടത്ര പൂർത്തീകരണമില്ല. ആ ക്വസ്റ്റ്യന്റെ ആ ഒരു ഘടന പോലും പലപ്പോഴും ഒരു സുഖകരമായ രീതിയിലല്ല ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളൊക്കെ തന്നെ അങ്ങനെ പോകുന്നതാണ്. ദ ചാർജസ് ഓഫ് ടു ജോയിന്റ് രജിസ്ട്രാർ ഇൻ ദ ഹെഡ് ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് രജിസ്ട്രാർ, ഹെഡ് ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ, അങ്ങനെയൊക്കെ ആ ഒരു സെന്റൻസിന്റെ ഘടന പോലും ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത പോലുള്ള രീതിയിലാണ് കാണുന്നത്. അത് നമ്മുടെ വിഷയമല്ലെങ്കിലും രണ്ട് ജോയിന്റ് രജിസ്ട്രാർമാര്. ഇവിടെ പ്രധാനമായിട്ടും സഹകരണ രജിസ്ട്രാർ ഓഫീസില് പ്രധാനപ്പെട്ട 6 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിലിപ്പം 6 ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നുണ്ടെ അത് 6 മേഖലയിലുള്ള 6 കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പം 6 ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്രെഡിറ്റ്, ഇത് നമ്മുടെ നാട്ടില് ക്രെഡിറ്റ് സൊസൈറ്റികളുണ്ട്. വായ്പ കൊടുക്കുന്ന സഹകരണ സംഘങ്ങൾ ഒരുപാടുണ്ട്. ആ സംഘവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓഫീസിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പല ഇഷ്യൂകൾ വരാം. അത് AR ഓഫീസിൽ പരിഹരിക്കാം, JR ഓഫീസിൽ പരിഹരിക്കാം. ചില കേസുകളൊക്കെ രജിസ്ട്രാർ ഓഫീസിലാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്കിൽ അങ്ങനെ പ്രൈമറി അല്ലെങ്കിൽ ക്രെഡിറ്റ് സംഘങ്ങളുടെ എല്ലാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രജിസ്ട്രാർ ഓഫീസിലൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതാണ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്. മറ്റൊന്ന് കൺസ്യൂമർ സൊസൈറ്റികളുടെ സംഘങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾ അതാത് താലൂക്കുകളിലാണ് പരിഹരിക്കുന്നത്. എന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് രജിസ്ട്രാർ ഓഫീസിലാണ്. ആ കൺസ്യൂമർ സംഘങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തന്നെ രജിസ്ട്രാർ ഓഫീസിൽ വിങ് ഉണ്ട്. അതാണ് കൺസ്യൂമർ വിങ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ജനറൽ, കാരണം പൊതുവായ കാര്യങ്ങളൊക്കെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട താഴേക്കിടയിലുള്ള സഹകരണ സംഘങ്ങളുടേതായ പല പല പ്രശ്നങ്ങൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഒരു വിങ് ഉണ്ട്. മറ്റൊന്ന് ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ്, ICDP എന്ന് പറഞ്ഞ് 1986-87 കാലഘട്ടം മുതൽ അത് ഇന്ത്യയിൽ ആകമാനം NCDC നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ICDP. ആ ICDPയുടെ പദ്ധതിയുടെ നടത്തിപ്പുകാര് ഓരോ ജില്ലാ ബാങ്കായിരുന്നു. ആ ജില്ലാ ബാങ്കിന്റെ നടത്തിപ്പിന്റെ കാര്യങ്ങൾ രജിസ്ട്രാർ ഓഫീസിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയും അതിന്റെ നടപടിക്രമങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി ഒരു വിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ICDP പ്ലാനിംഗ് വിങ് എന്ന് പറയുന്നത്. കൂടാതെ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റികൾ, മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെയും പ്രോസസിംഗ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ മാത്രം കേൾക്കാൻ രജിസ്ട്രാർ ഓഫീസിൽ ഒരു വിങ് ഉണ്ട്. പിന്നെ മറ്റൊന്ന് SC/ST സഹകരണ സംഘങ്ങളുടെ
പ്രശ്നങ്ങൾ നമ്മുടെ പ്രാഥമിക ലെവലിൽ പ്രവർത്തിക്കുന്നത് മുതൽ SC/ST ഫെഡറേഷൻ വരെയുള്ള എല്ലാ SC/ST സംഘങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ താലൂക്ക് ലെവലിൽ പരിഹരിക്കുന്നത് രജിസ്ട്രാർ ഓഫീസിലാണ്. അത് ഈ വിങ് ആണ്, SC/ST വിങ് ആണ്. അങ്ങനെ അവിടെ ക്രെഡിറ്റ് വിങ്ങിനെല്ലാം കൂടി ഒരു ഹെഡുണ്ട്. അത് അഡീഷണൽ രജിസ്ട്രാർ ആണ്. നമ്മുടെ രജിസ്ട്രാർ കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള പോസ്റ്റാണ് അഡീഷണൽ രജിസ്ട്രാർ. അങ്ങനെ അഡീഷണൽ രജിസ്ട്രാർമാരായിട്ട് പ്രൊമോഷൻ ലഭിച്ചിട്ടുള്ള ഒരാളെ ആയിരിക്കും ഈ രജിസ്ട്രാർ ഓഫീസിൽ ക്രെഡിറ്റ് വിങ്ങിന്റെ ഹെഡായിട്ട് വെച്ചിരിക്കുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും ഇൻസ്പെക്ടർമാരും ഒക്കെ കാണും. പക്ഷെ ഹെഡ് അഡീഷണൽ രജിസ്ട്രാറാണ്. ഇതുപോലെ കൺസ്യൂമർ മേഖലയുമായി ബന്ധപ്പെട്ട ആ വിങ്ങിന്റെ ഹെഡിന്റെയും ഡെസിഗ്നേഷൻ അഡീഷണൽ രജിസ്ട്രാർ ആണ്. ജനറൽ വിങ്ങിന്റെ ആണെങ്കിലും ഹെഡ് അഡീഷണൽ രജിസ്ട്രാർ ആണ്. ICDP-യിൽ മറ്റൊരു അഡീഷണൽ രജിസ്ട്രാർ ആണ്. എന്നാൽ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗിൽ JR ആയിട്ടുള്ള ആളാണ് ഹെഡാക്കി വെക്കുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് രജിസ്ട്രാർ ഓഫീസ് ഇരിക്കുന്നത് JR ആയിരിക്കും. SC/ST കാര്യത്തിലും JR ആണ്. അങ്ങനെ 4 അഡീഷണൽ രജിസ്ട്രാർമാരും ഹെഡായിട്ടും 2 ജോയിന്റ് രജിസ്ട്രാർമാർ ഹെഡായിട്ടും 6 ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരൊക്കെ ഹെഡായി. എന്നാൽ ഇത് കൂടാതെ നമ്മുടെ ഫൈനാൻസ് കാര്യങ്ങൾ, നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ പണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ഫൈനാൻസിൽ നമ്മുടെ ഗവൺമെന്റ് ഫൈനാൻസ് വിങ്ങിൽ നിന്ന് ഒരു ഫൈനാൻസ് മാനേജർ വരും. പിന്നെ സഹകരണ മേഖലയിലെ നിയമപ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി, നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ലോ ഓഫീസറെ ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരും. അപ്പോൾ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഫൈനാൻസ് ആയി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അതിനൊരു വിങ്ങാണ്. ആ വിങ്ങിൽ അയാൾ തന്നെയാണ് നമ്മുടെ സഹകരണ വകുപ്പിലെ ഏതെങ്കിലും ഉയർന്ന സ്ഥാനമുള്ള ആളല്ല ഹെഡ്. അത് ഫൈനാൻസിൽ നിന്ന് വരുന്ന ആൾ തന്നെ അതിന്റെ ഹെഡാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അവന്റെ ഹെഡ് DR ആണോ AR ആണോ അഡീഷണൽ രജിസ്ട്രാർ ആണോ ചോദിക്കത്തില്ല. ലോ ഓഫീസർ എന്ന് പറയുന്നത് നിയമപരമായ കാര്യങ്ങൾക്ക് ബോധ്യമുള്ള ഒരാളാണ് വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥിതിവിവരക്കണക്കുകളുണ്ട്. സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട എണ്ണം, അതിന്റെ ഡിപ്പോസിറ്റിന്റെ കാര്യം, മറ്റു കാര്യങ്ങളൊക്കെയുള്ള സ്ഥിതിവിവരക്കണക്കുകൾ ശരിയാക്കാൻ വേണ്ടി എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാളുണ്ടാകും. അതും സഹകരണ വകുപ്പിൽ നിന്നല്ല, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് അവിടെ നിന്ന് വരുന്ന ആളാണ്. അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് തന്നെ അവര് തന്നെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി രജിസ്ട്രാറുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകളാണിത്. അതാണ് ഈ 6 എണ്ണത്തിന് പ്രാധാന്യം വരുന്നത്. മറ്റേ എല്ലാം സഹകരണ സംഘങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ല. ഇത് ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമപരമായിട്ടും കണക്കുകളും ഒക്കെ നോക്കാൻ വേണ്ടി ആ മേഖലയിൽ കഴിവുള്ള ആളുകളെ വെക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് വലിയ പ്രാധാന്യമൊന്നും നമ്മൾ കൊടുക്കാത്തത്. ഇതാണ് ഇവിടുത്തെ ചോദ്യം. രണ്ട് ജോയിന്റ് രജിസ്ട്രാർമാർ വരുന്ന ഹെഡായിട്ടിരിക്കുന്ന നമ്മുടെ രജിസ്ട്രാർ ഓഫീസില് ഏത് വിങ്ങാണ്? ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ICDP. ഇതാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവനക്കാരുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെയാണ്. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ്, അവിടെ ഒരു JR. അപ്പൊ അതൊന്ന് ശരിയാണ്. പിന്നെ SC/ST. അപ്പൊ ഈ രണ്ടിടത്താണ് JR-മാര് ഹെഡാകുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്തില് ഇപ്പം ഉറപ്പായി കിട്ടിക്കഴിഞ്ഞു. 2 JR-മാര് ഹെഡാകുന്നത് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ്. അതൊരു സംഘമാണ്. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് എന്ന് പറയുന്നത് 2 എണ്ണമല്ല. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് എന്ന് പറയുന്നത്
ഒരെണ്ണം തന്നെ. അതിന് രണ്ടായിട്ടല്ല, അതിനൊരു വിങ്ങ. അപ്പൊ അത് ഒരെണ്ണം. പിന്നെ ഒരെണ്ണം ഉള്ളത് ഈ SCST ആണ്. ഇങ്ങനെ രണ്ട് ഇവിടെ വരുന്നത് ഇത് മാത്രമായതുകൊണ്ട് നമുക്ക് ആൻസർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് SCST കോപ്പറേറ്റീവ്സ് ആണ് ആൻസർ. ഇനി ഇതിപ്പോ ഇങ്ങനെ കാണാൻ പഠിച്ച് നടക്കരുത്. ഞാൻ വീണ്ടും പറയുന്ന ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് അടുത്തൊരു ചോദ്യം വരുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അല്ലെങ്കിൽ ചാർജസ് ഓഫ് അഡീഷണൽ എ സ്റ്റാർ. അഡീഷണൽ എ സ്റ്റാർക്ക് ചാർജ് ഉള്ളത് ഏതാണെന്ന് ചോദിക്കാം. അതിനകത്ത് ചിലപ്പം ജനറൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കൺസ്യൂമർ, ICDP, ക്രെഡിറ്റ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, ICDP, ക്രെഡിറ്റ്, കൺസ്യൂമർ. എന്നിട്ട് താഴെ 1 only, B 1 and 2 only, C 1, 2 and 3 only, D 1, 2, 3 and 4 only. 4. അപ്പൊ 1, 2, 3, 4 നാലും അത് അഡീഷണൽ സ്റ്റാർമാരാണെന്ന് ഓർമ്മയുള്ള ആളിനാന്ന് എഴുതാൻ പറ്റും. ചിലപ്പം ആ തരുന്നതിനകത്തിൽ 3 എണ്ണം അഡീഷണൽ സ്റ്റാറുടെയും ഒരെണ്ണം JRന്റെ ചിലപ്പം നമുക്ക് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗിന്റെയും കൂടി ചിലപ്പോൾ വരാം. അപ്പം അത് മൂന്നാമത്തെ ആണെങ്കിൽ 1, 2 and 4 only ആയിരിക്കും കറക്റ്റ് ആൻസർ. അങ്ങനെ മൊത്തം വരാം. ഇടയ്ക്ക് 2 JRന്റെ കയറ്റിയിട്ട് 2 DR കൂടി തന്നിട്ട് ഇതിൽ ഏതാണ് DR ഉള്ളതെന്ന് ചോദിക്കാം. ഇപ്പൊ ജനറൽ മാർക്കറ്റിംഗ്, ജനറൽ അഡ്മിനിസ്ട്രേഷനും കൺസ്യൂമറും 2 എണ്ണമായിരിക്കും അഡീഷണൽ സ്റ്റാൻഡ് ഉള്ളത്. അഡീഷണൽ സ്റ്റാൻഡ് 2 എണ്ണം ജോയിന്റ് സ്റ്റാൻഡ് തരും. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ അതാ പറഞ്ഞത്, ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ആ ക്വസ്റ്റ്യനകത്തിൽ 2 എണ്ണം പഠിച്ചു വെച്ചിട്ട് മറന്നു കളയുകയല്ല. നമ്മൾ പഠിക്കുമ്പോൾ വിശാലമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഇത് വ്യക്തമായി പഠിച്ചു വെക്കണം. അതിനും വ്യക്തത വരണം. അതും എത്ര ചോദിച്ചാലും നിങ്ങൾ 6 എണ്ണമൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നവരാ. പക്ഷെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെ നിങ്ങൾ ബബ്ബടിക്കും. കാരണം അപ്പോഴും നിങ്ങളെ തീർത്തങ്ങോട്ട് എപ്പോൾ ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും പറയത്തക്ക രീതിയിൽ 100% കോൺഫിഡന്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ നോക്കും. അതായത് നിങ്ങൾക്ക് ഇത്രയും അറിയാം, പഠിച്ചതാണ്. പക്ഷെ ഈ ജനറൽ ആണോ, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് ആണോ, JR, അഡീഷണൽ സ്റ്റാർന്ന് ഒരു കൺഫ്യൂഷൻ വന്നാൽ മതി. ആ പരീക്ഷയ്ക്ക് വന്നേക്കുന്ന ചോദ്യത്തിൽ വെച്ച് നമുക്ക് എഴുതാനൊക്കത്തില്ല. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഇത് ഓരോന്നേ ചോദിക്കത്തുള്ളൂ, നിങ്ങൾക്ക് എഴുതാം. അത് വീണ്ടും നിങ്ങളുടെ കയ്യിലാണ്. ഇത് പിന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഹൂ ഈസ് ദ കറണ്ട്, അതും ആ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുള്ളതാണ്. ഇതൊരു ചോദ്യം ഇപ്പൊ പഠിച്ചു വെക്കാൻ വെക്കുന്നല്ല ഈ ആൻസർ. ഇദ്ദേഹം മാറാം. അതൊരു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇടുന്നത് പോലും ഇപ്പം കുറവാണ്. കാരണം ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഇടുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ്. പരീക്ഷ ആകുമ്പോഴത്തേക്ക് ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ആ ഉദ്യോഗസ്ഥനൊക്കെ ഏത് സമയത്തും മാറ്റാവുന്നതും പുതിയ ആൾ വരാവുന്നതുമാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ഇപ്പം ഇടുന്ന രീതിയില്ല. എങ്കിലും ഇട്ടിരിക്കുന്നു. ഇത് ഈ ക്വസ്റ്റ്യൻ ഇപ്പോഴേ കളഞ്ഞേക്കുക. കാരണം നമ്മുടെ പരീക്ഷ വരുമ്പോഴത്തേക്ക് ആരാണെന്നുള്ള അറിഞ്ഞേച്ചാൽ മതി. ഇതൊരു വലിയ പ്രാധാന്യമായിട്ട് പഠിക്കണ്ട. പിന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം എന്നുള്ള മാത്രം ഒന്ന് ഓർത്താൽ മതി. വിച്ച് ഓഫ് ദ സെക്ഷൻ of the Cooperative Societies Act provides the auditor access to all the books, accounts, documents and securities of society. ഇതാ ക്വസ്റ്റ്യൻ തെറ്റായി പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കാൻ ഉദ്ദേശിച്ചത് എവിടെ നിന്നാണ് ചോദിച്ചാൽ ആസ് പെർ 1912 ആക്ട് എന്നായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ശരിയായിരുന്നു. ഇത് 1912 ആക്ടിലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടേക്കുന്നത്. 1912 ആക്ട് നമുക്ക് പഠിക്കാനുണ്ടല്ലോ. പക്ഷെ സാധാരണഗതിയിൽ അത് സെക്ഷനുകൾ ചോദിക്കാറില്ല. ഇവിടെയും
ചോദിച്ചതും തെറ്റായിട്ടാണ് ചോദിച്ചത്. നമ്മുടെ ഇപ്പോഴത്തെ നിയമം 69 നിയമമാണ്. 69 നിയമത്തിലും ആഡിറ്റർക്ക് ബുക്സുകളും അക്കൗണ്ട്സുകളും ഒക്കെ പരിശോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് സെക്ഷൻ 64 പറയുന്നുണ്ട്. എല്ലാ ഡോക്യുമെന്റ്സുകളും പരിശോധിക്കാമെന്ന്. പക്ഷെ ഇവിടെ 69 ആണെന്ന് പറയുന്നില്ല. പിന്നെ 12 ആക്ടിലെ ആണെന്ന് പറയുന്നില്ല. 4 ആക്ട് ആണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഒരു വ്യക്തമായ ഒരു ക്വസ്റ്റ്യൻ അല്ല ഇത്. പക്ഷെ സത്യത്തിൽ ഈ 1912 ആക്ടിൽ ആഡിറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആഡിറ്റിനകത്ത് പറയുന്നുണ്ട്, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ കളക്ടർക്ക്, അന്ന് കളക്ടറോട് പറയുന്നുണ്ട്, രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ കളക്ടർക്ക് അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരം കൊടുത്തിരിക്കുന്ന ആളിന് രജിസ്ട്രാർ, കളക്ടർ ഓർ എനി പേഴ്സൺ എംപവേർഡ് ബൈ ദ രജിസ്ട്രാർ ഫ്രീ ടു അസസ് അക്കൗണ്ട്സ്, ഡോക്യുമെന്റ്സ്, ബുക്സ് എക്സെട്ര എന്ന് ഈ 17ാമത്തെ സെക്ഷനിൽ പറയുന്നുണ്ട്. അതൊരിക്കലും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് എഴുതാനൊക്കത്തില്ല. കാരണം ഏത് ആക്ടാന്ന് പറയുന്നില്ല. 19 ആക്ട് ഉണ്ട്, 4 ആക്ട് ഉണ്ട്. അവിടെയും വിവരിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ട്. എത്രയോ ആക്ടുകൾ നമ്മുടെ നാട്ടിൽ വരുന്നു. അതിൽ അവിടെ എല്ലാം ആഡിറ്റ് പറയുന്നുണ്ട്. അവിടെ എല്ലാം ആഡിറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആകും? ഇവിടെ ആഡിറ്റർക്ക് എല്ലാ ബുക്കുകളും പരിശോധിക്കാമെന്നുള്ളത് ഈ 17 പറയുന്നത് 12 ആക്ടിലാണ്. എന്നാൽ 1904 ആക്ട് എടുക്കാമെങ്കിൽ 21 കിടക്കുന്നത്. നമ്മുടെ ആക്ടില് 64 കിടക്കുന്നത്. നമ്മളെന്തുവാ പ്രശ്നം വെക്കണോ? ഏത് സെക്ഷൻ, ഈ സെക്ഷൻ, ഇതൊക്കെ ഈ സെക്ഷൻ ആണെങ്കിൽ ഈ ആക്ട് ആണെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടുവെക്കണോ? ഇതൊരു ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ല. ഇത് 12 ആക്ട് എന്ന് എടുത്ത് ചോദിക്കാത്തിടത്തോളം ഈ ക്വസ്റ്റ്യൻ ശരിയല്ല. പക്ഷെ 12 ആക്ട് ആണെന്നെങ്കിൽ മാത്രമാണ് 17. അതാണ് എനിക്ക് തോന്നുന്നു ആൻസർ കീക്കകത്തിൽ 17 എന്ന് ഡി ആൻസർ കീ ആയിട്ട് വന്നത്. അദ്ദേഹം എഴുതി കൊടുത്തിരുന്നതായിരിക്കും നേരത്തെ. അത് ശരിയാണ്, അദ്ദേഹം കണ്ട ആക്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആക്ടുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ബോധ്യതയോടുകൂടി ക്വസ്റ്റ്യൻ ഇടേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഈ ക്വസ്റ്റ്യൻ വന്നത്. അടുത്തത് മനസ്സിലായത്? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ. അടുത്തത്, the cooperative auditor should ensure that the loan provided to a member, non-member, is with the permission of. സത്യത്തിൽ നമ്മുടെ ഒരു നിയമത്തിലും രജിസ്ട്രാർഡ് സാങ്ഷനോടുകൂടി നോൺ മെമ്പേഴ്സിന് ലോൺ കൊടുക്കണമെന്നെന്നും കൊടുക്കാമെന്ന് നമ്മൾ 69 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 4 പ്രത്യേകിച്ച് പറയുന്നില്ല. പിന്നെ രജിസ്ട്രാർഡ് ചില വാക്കുകൾ കിടപ്പുണ്ട്. നമ്മുടെ നിയമത്തിലാണെങ്കിലും രജിസ്ട്രാർഡ് റെഗുലേഷൻസും പ്രൊസീജിയർ അനുസരിച്ചാണ് ലോൺ കൊടുക്കേണ്ടത്. ചില നിയമത്തിൽ ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിക്ക് ലോൺ കൊടുക്കാൻ രജിസ്ട്രാർക്ക് അംഗീകാരം കൊടുക്കാം. അല്ലാതെ നോൺ മെമ്പേഴ്സിന് ലോൺ കൊടുക്കുന്നതിന് രജിസ്ട്രാർഡ് സാങ്ഷനോട് കൂടി കൊടുക്കാം എന്നൊന്നും തന്നെ ഒരു നിയമത്തിലും പ്രത്യേകിച്ച് പറയുന്നില്ല. മെമ്പേഴ്സിനും നോൺ മെമ്പേഴ്സിനും രജിസ്ട്രാർ പുറപ്പെടുവിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് അത് ജനറലായിട്ടോ സ്പെഷ്യലായിട്ടോ ഇറക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് മെമ്പേഴ്സിനും നോൺ മെമ്പേഴ്സിനും വേണമെങ്കിൽ ലോൺ കൊടുക്കാം. അത് പൊതുവായൊരു കണ്ടീഷൻസ് ആണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ലോൺ കൊടുക്കാൻ
നോൺ മെമ്പർക്ക് ലോൺ കൊടുക്കാൻ രജിസ്ട്രാർഡ് സാങ്ഷനോടുകൂടി പറ്റും എന്ന് എങ്ങുമേ പറയുന്നില്ല. എന്നാൽ ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിക്ക് ലോൺ കൊടുക്കാൻ രജിസ്ട്രാർക്ക് വേണമെങ്കിൽ സാങ്ഷൻ കൊടുക്കാമെന്നും പറയുന്നുണ്ട്. ഇത് 12-ലോ 4-ലോ മൾട്ടി സ്റ്റേറ്റിലോ 69-ലോ ഒന്നും തന്നെ ഇങ്ങനെ ഒരു സെന്റൻസ് ഇല്ല. എന്നാൽ ആ വാക്കിനകത്തിൽ പറഞ്ഞു വരുമ്പോൾ രജിസ്ട്രാർ വരും എന്നല്ലാതെ ഇത് ക്ലിയറായിട്ട് ചോദിച്ചിരിക്കുകയാണ്. കോപ്പറേറ്റീവ് ഓഡിറ്റർ ഉറപ്പാക്കണമെന്ന് ദ ലോൺ പ്രൊവൈഡഡ് ടു എ നോൺ മെമ്പർ വിത്ത് പെർമിഷൻ ഓഫ് ദാറ്റ്. ആരുടെ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ടാണെന്ന് അതെങ്ങനെ ആൻസർ എഴുതും? അതൊരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ ഇല്ല ഇതിനകത്ത്. പിന്നെ നമ്മൾ ഒക്കെ എഴുതുന്നത് നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ രജിസ്ട്രാർഡ് സാങ്ഷൻ വേണമെന്ന് പലയിടത്തും കേട്ടുള്ള ഒരു അനുഭവം ഉള്ളത് കൊണ്ട് നിങ്ങൾ കൂടുതലും എഴുതിയേക്കുന്ന രജിസ്ട്രാർ ആയിരിക്കും. അതാണ് ആൻസറായിട്ട് വന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് എതിർപ്പൊന്നും കാണത്തില്ല. പിന്നെ ആരെങ്കിലും ഇതൊക്കെ തെറ്റായ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ ക്യാൻസൽ ആക്കണമെങ്കിൽ അതിന് പരാതി കൊടുക്കണം. അതാണ് അവർ സ്വമേധയാ ചെയ്യത്തില്ല, കാരണം അവരെല്ലാം ഇട്ടേക്കുന്നത് ശരിയാണെന്നുള്ളതല്ലേ അവരുടെ ധാരണ. അത് പിന്നീട് അതിന്റെ ന്യായീകരണം ഇട്ടാളുടെ ഉണ്ടെങ്കിൽ അവർ കൊടുത്തോളും. നമുക്ക് എല്ലാവരും എല്ലാം തികഞ്ഞവരല്ലല്ലോ. അപ്പൊ തന്നെ നമുക്കും ചില കാര്യങ്ങൾ അറിവില്ലായ്മ ചിലപ്പോൾ ഉണ്ടാകാം. അറിവില്ലായ്മയിലായിരിക്കാം നമ്മൾ പറഞ്ഞത് രജിസ്ട്രാർ എന്ന് പറയാനൊക്കത്തില്ലെന്ന്. നമ്മളെ ഉള്ള അറിവ് വെച്ചിട്ട് ഇതൊരു ശരിയായ ക്വസ്റ്റ്യൻ അല്ല എന്നുള്ളതാണ്. പിന്നെ നല്ല അറിവ്, നമ്മളെക്കാൾ അറിവുള്ള ആളുകളെ അത് ന്യായീകരിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ അവരുടെ ഉണ്ടെങ്കിൽ അത് ശരിയായിക്കോട്ടെ എന്നുള്ളതേ നമുക്ക് പറയാനൊക്കൂ. ഇതും ഈ 12-ലെ നിയമത്തിൽ കിടക്കുന്ന സെന്റൻസുകൾ വെച്ചുകൊണ്ടങ്ങ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. 12-ലെ നിയമത്തില് ഇങ്ങനെയുള്ള ഈ സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിക്ക് ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സാങ്ഷൻ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ രജിസ്ട്രാർഡ് സാങ്ഷനോട് കൂടിയോ കൊടുക്കാവുന്ന നമ്മുടെ 12-ലെ നിയമത്തിലെ 29-ാമത്തെ സെക്ഷനിൽ പറയുന്നുണ്ട്. ആ 29-ാമത്തെ സെക്ഷനിൽ പറയുന്നതും ഇങ്ങനെ ആഡിറ്ററിന്റെ ഇനിയും ആഡിറ്റിന്റെ ഭാഗത്തെങ്ങാണം വല്ലതും കിടപ്പുണ്ടോ എന്ന് നമുക്കറിയാനൊക്കുന്നില്ല. ഏതായാലും അങ്ങനെ ഇല്ല. പിന്നെ നമ്മുടെ സെക്ഷൻ 59-ഉം റൂൾ 56-ലും റെസ്ട്രിക്ഷൻ ഓഫ് ലോൺ എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 59-ലും റൂൾ 56-ലും റെസ്ട്രിക്ഷൻ ടു ഇഷ്യൂ ലോൺസ്, ലോൺ കൊടുക്കുന്നതിന്റെ പരിമിതികൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ IMBP എന്ന് പറയുന്ന കാര്യം പഠിക്കുന്നുണ്ട്. അവിടെയും ഇങ്ങനെ രജിസ്ട്രാർഡ് അനുവാദത്തോടു കൂടിയാണോ നോൺ മെമ്പർക്ക് ലോൺ കൊടുത്തത് എന്ന് ആഡിറ്റർ പരിശോധിക്കണം എന്നൊന്നും അവിടെയും പറയുന്നില്ല. ഇനിയും 10-ാമത്തേത്, അതും ക്വസ്റ്റ്യൻ ആ സെന്റൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചിലപ്പോൾ സംശയം തോന്നാം. അതിനകത്ത് നിങ്ങളങ്ങ് കടന്ന് ചിന്തിക്കാതിരുന്നിട്ടാൽ മതി. ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ജനറൽ ബോഡിക്കാണ്. പക്ഷെ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനുണ്ട്, റിട്ടേണിംഗ് ഓഫീസറുണ്ട്, ഇലക്ടറൽ ഓഫീസറുണ്ട്, എല്ലാവരും കമ്മിറ്റിക്കാരുണ്ട്. എല്ലാവരോടും ചേർന്നാണ്, നിലവിലുള്ള കമ്മിറ്റിക്കാരുണ്ട്, എല്ലാവരോടും ചേർന്നാണ് ഇലക്ഷൻ നടത്തുന്നത്. പക്ഷേ കമ്മിറ്റിക്കാരെ തിരഞ്ഞെടുക്കാനുള്ള പവർ അത് ജനറൽ ബോഡിക്ക് മാത്രമാണ്. ജനറൽ ബോഡിയാണ് മാനേജിംഗ് കമ്മിറ്റിയെ എലക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ആവശ്യമില്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടക്ട് എന്ന് പറഞ്ഞിട്ട് മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ആകുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ലല്ലോ, ഇലക്ടറൽ ഓഫീസർ ഇല്ലേ, റിട്ടേണിംഗ് ഓഫീസർ ഇല്ലേ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ജനറൽ ബോഡിക്കാണ് മാനേജ്മെന്റിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം. എന്നുവെച്ചാൽ ജനറൽ ബോഡി ചേർന്നാണ് മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്, ഫ്രം അമംഗ് ദംസെൽസ്, അവരുടെ ഇടയിൽ നിന്ന്. അതൊരു ശരിയായ സെന്റൻസ് ആണ്. മറ്റൊന്ന്, ജനറൽ ബോഡിക്ക് കീപ് എസൈഡ് ദ മെമ്പറെ മാറ്റി നിർത്താൻ, പുറത്താക്കാനുള്ള അധികാരമുണ്ട്. ശരിയാണ്. നിങ്ങൾക്ക് എക്സ്പൾഷൻ ഓഫ് മെമ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു മെമ്പർ സംഘത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ
ആ ആളിനെ പുറത്താക്കാം. അതിനുള്ള അധികാരം ജനറൽ ബോഡിക്കേ ഉള്ളൂ. പക്ഷെ ഒരു അംഗത്തെ റിമൂവ് ചെയ്യാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കമ്മിറ്റിക്ക് റിമൂവ് ചെയ്യാൻ, നോട്ട് എക്സ്പൾഷൻ. എ മെമ്പർ ഷാൽ ബി എക്സ്പെൽഡ് ബൈ ദ ജനറൽ ബോഡി by 2/3 majority of members present and voting in favor of the expulsion. എങ്കിൽ എക്സ്പൾഷൻ നടക്കും. എപ്പോഴാണ്? when a member act adversely to the interest of the society. സൊസൈറ്റിയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഒരു മെമ്പർ ചെയ്യുന്നു എന്ന് പരാതിപ്പെടാം. ഒരു മെമ്പർക്ക് പരാതിപ്പെടാം, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്ക് പരാതിപ്പെടാം സംഘത്തോട്. അപ്പൊ അതിന് അങ്ങനെ ആകുമ്പോൾ പൊതുയോഗം വിളിച്ചു കൂട്ടി ആ പൊതുയോഗത്തിനാണ് പുറത്താക്കാൻ അധികാരം. പക്ഷെ ഒരു മെമ്പറിന് അയാൾ ആ സ്ഥലം വിട്ടുപോവുകയോ ഒരു മെമ്പർ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ചില സാഹചര്യത്തിൽ അയാൾ മെമ്പർ യോഗ്യതയല്ലാതാകുമ്പോൾ അയാൾ അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ആണ് റിമൂവൽ. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിലിരുന്നിട്ട് ഉറക്കം തൂങ്ങുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്നു. അത് പുറത്താക്കലാണ്. അത് ഇച്ചിരി കട്ടിയാണ്. മറിച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് ക്ലാസ്സിന് വരാതിരിക്കുമ്പോൾ നമ്മുടെ അറ്റൻഡൻസിൽ നിന്ന് നീക്കം ചെയ്യുന്നു. അത് അത്ര കട്ടിയുള്ള കാര്യമല്ല. അത് മറ്റേത് നിങ്ങളെ ഹത്യ ചെയ്യുന്ന കാര്യം കൂടെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ. ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഇറങ്ങിയാൽ ഇറക്കി വിട്ടാലും ഒന്നും അറിയാനില്ല. ഓഫ്ലൈൻ ക്ലാസ് നടക്കുമ്പോൾ ക്ലാസ്സിലിരുന്ന് അസ്വസ്ഥമായിട്ടോ നമ്മുടെ ക്ലാസ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കുട്ടി പ്രവർത്തിച്ചാൽ ആ കുട്ടിയെ ആ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നു. അപ്പോൾ അയാൾക്ക് ഹത്യ ചെയ്യും. കാരണം അത്രയും കുട്ടികളുടെ ഇടയിൽ നിന്നാണ്. അപ്പൊ അത് കുറച്ചുകൂടെ സീരിയസ് ആയ ഒരു ഇഷ്യൂവാണ്. മറിച്ച് ക്ലാസ്സിൽ വരാതിരിക്കുന്ന കുട്ടികളെ അറ്റൻഡൻസിൽ നിന്ന് വെട്ടിക്കളയുന്നു, അയാളെ മാറ്റും. അയാൾക്ക് ഹത്യ ചെയ്യുന്ന പ്രശ്നമല്ല. അതാണ് റിമൂവൽ. ഇത് എക്സ്പൾഷൻ നമ്മൾ ആദ്യം പറഞ്ഞ പുറത്താക്കൽ. അതുകൊണ്ട് സംഘത്തിന്റെ പ്രവർത്തനത്തിന് വിരുദ്ധമായിട്ട് താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാളിനെ പുറത്താക്കണമെങ്കിൽ ഒരു മെമ്പർക്കോ കമ്മിറ്റിക്കാർക്കോ ചെയർമാനാണ് പരാതി കൊടുക്കേണ്ടത്. ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് വേണം പരാതി കൊടുക്കാൻ. പ്രസിഡന്റ് അത് കമ്മിറ്റി വെച്ചിട്ട് കമ്മിറ്റി അയാൾക്കൊരു കത്ത് കൊടുക്കും. അയാളെ ഈ കാര്യങ്ങൾ ചെയ്തതാണോ എന്ന് അയാളുടെ മറുപടി വാങ്ങിക്കും. മറുപടി കിട്ടുമ്പോൾ ഇയാള് തെറ്റുകാരനാണെന്ന് കമ്മിറ്റിക്ക് തോന്നിയാൽ കമ്മിറ്റി ഒരിക്കലും പിരിച്ചുവിടത്തില്ല. തോന്നിയാൽ പൊതുയോഗം വിളിക്കും. തെറ്റുകാരനല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് അവസാനിപ്പിച്ച്, തെറ്റുകാരനാണെന്ന് തോന്നിയാൽ പൊതുയോഗം വിളിച്ച് അവിടെ അവതരിപ്പിച്ച് അവിടെ പങ്കെടുത്ത് വോട്ട് ചെയ്ത് ഇയാൾക്കെതിരായിട്ട് 3-2 പേര് വോട്ട് ചെയ്താൽ അയാള് എക്സ്പെൽ ചെയ്യും. അതിന് പൊതുയോഗത്തിന് അധികാരം. അപ്പോൾ ദ ജനറൽ ബോഡി ഹാസ് ദ പവർ ടു കീപ്പ് എസൈഡ്, പുറത്താക്കുക. മെമ്പർ വർക്കിംഗ് അഗൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. ഇവിടെ തന്നെ 6 വന്നു കഴിഞ്ഞു. അപ്പൊ തന്നെ നിങ്ങൾക്ക് 2 ഉണ്ടെന്ന് അറിയാം. അതേ സാധാരണ എഴുതുന്ന ഈസ് ഓർ 6 എന്നാ വരേണ്ടത്. അപ്പൊ ഈ 6 വന്നപ്പോ തന്നെ 2 ഉണ്ടെന്നായിരിക്കും. ഓക്കെ, അപ്പം ബോത്ത് 1 and 2 ഇദ്ദേഹത്തിന്റെ മനസ്സിൽ 2 ഉള്ളത് കൊണ്ട് 6 ഇട്ടതോ. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല സർ. ഇത് പിന്നെ നിങ്ങൾക്കറിയാം, കമ്മിറ്റിയുടെ കാലാവധി 5 കൊല്ലമാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അത് ഓക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് കാരണം കുറച്ചേറെ ഡിസ്കറ്റി വരുമ്പോൾ നിങ്ങളങ്ങ് സിനിമയിലൊക്കെ ഇടിയും വെട്ടും ഒക്കെ നടന്നു കഴിയുമ്പോൾ കുറച്ചു നേരം ഒരു തമാശ, ഒരു ചെറിയ സീന്, പിന്നെ ഇടിയും വെട്ടും, പിന്നെ ചില റൊമാൻറ്റിക് സീന് എന്ന് പറഞ്ഞ പോലെ നിങ്ങളങ്ങ് ഇട്ടിറങ്ങി അക്രമാസക്തമായി ചിലപ്പോൾ 3-4 ഡിസ്ക്രിപ്റ്റീവ് കണ്ടു കഴിഞ്ഞ് തല പട്ടുപിടിച്ച് ചെമ്പരത്തി പൂവും വെച്ച് ഓടാതിരിക്കാൻ വേണ്ടി വീണ്ടും ഒരു ആശ്വാസത്തിനാണ് ചില ക്വസ്റ്റ്യൻസ് വരുന്നത്. വീണ്ടും വീണ്ടും മാറുകയാണ്. മറ്റേ ചില ആശ്വാസമായല്ലോ. അഞ്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായി, ഒരു ഉത്സാഹമൊക്കെ ആയി, എനിക്കും അറിയാവുന്നതൊക്കെ ഉണ്ടല്ലോ, ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ വീണ്ടും 3 വന്നു കഴിയുമ്പോൾ തലക്ക് വട്ടുപിടിക്കുമ്പോൾ വീണ്ടും 1 വരും. അതപ്പോൾ അങ്ങനെ നോക്കാം നമുക്ക്. among the following which are the powers of the managing committee. അപ്പൊ ജനറൽ ബോഡിയുടെ അധികാരം
മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരം ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ജനറൽ ബോഡിയുടെ അധികാരം, ഇതുമാത്രം അധികാരം നമ്മൾ വിശാലമായിട്ട് വിവിധങ്ങളായിട്ട് പഠിക്കും. അപ്പൊ അതെല്ലാം കൂടെ ക്രോഡീകരിക്കുമ്പോൾ നമുക്കൊരു ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ തന്നെ ബൈലാ ഭേദഗതി പൊതുയോഗം ജനറൽ ബോഡിയാണ് പാസ്സാക്കേണ്ടത്. മെമ്പറെ പുറത്താക്കേണ്ടത് ജനറൽ ബോഡിയാണ്. കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത് ജനറൽ ബോഡിയാണ്. ലാഭം വീതം വെക്കുന്നത് ജനറൽ ബോഡിയാണ്. ബജറ്റ് പാസ്സാക്കുന്നത് ജനറൽ ബോഡിയാണ്. ആഡിറ്ററെ നിയമിക്കുന്നത് ജനറൽ ബോഡിയാണ്. അങ്ങനെ അതുപോലെ തന്നെ ഈ ആഡിറ്റ് റിപ്പോർട്ടും ആനുവൽ റിപ്പോർട്ടും ഒക്കെ അംഗീകരിക്കുന്ന ജനറൽ ബോഡിയാണ്. അതുപോലെ തന്നെ ഒരുപാടെണ്ണം നമ്മൾ പഠിക്കും. കമ്മിറ്റി അതുപോലെ തന്നെ ഷെയർ പിൻവലിക്കാനുള്ള അനുവാദം കൊടുക്കുന്നത് കമ്മിറ്റിയാണ്. മെമ്പർമാരെ ചേർക്കുന്നത് കമ്മിറ്റിയാണ്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്ന കമ്മിറ്റിയാണ്. ആഡിറ്റ് നടത്തേണ്ട ഉത്തരവാദിത്തം കമ്മിറ്റിക്കാണ്. ഈ കാര്യങ്ങളൊക്കെ പലയിടത്തായിട്ട് നമുക്ക് കിടക്കുന്നുണ്ടാകും. പിന്നെ ക്യാഷിന്റെയും റെക്കോർഡ്സിന്റെയും ബുക്കുകളുടെയും എല്ലാത്തിന്റെയും പ്രൈമറി റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിക്കാണ്. അപ്പൊ കമ്മിറ്റിയാണ് ഇലക്ഷന് വേണ്ട തീരുമാനമെടുക്കേണ്ടത് കമ്മിറ്റിയാണ്. ലോൺ ഒക്കെ സാങ്ഷൻ ആക്കുന്ന കമ്മിറ്റിയാണ്. ജീവനക്കാരെ നിയമിക്കുന്നത് കമ്മിറ്റിയാണ്. ഇങ്ങനെ വിവിധങ്ങളായ അധികാരങ്ങൾ നമ്മൾ വിവിധ ഭാഗത്ത് പഠിക്കുകയും അതിനോടൊപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് കമ്മിറ്റിയുടെ അധികാരങ്ങൾ പറയുകയും ചെയ്യും. അതൊക്കെ നമ്മുടെ ഈ ക്വസ്റ്റ്യനുകളൊക്കെ എഴുതാൻ നമുക്ക് പ്രയോജനപ്രദമാകും. അപ്പോഴൊക്കെ ഇരുന്ന് മയങ്ങല്ല വേണ്ടത്. ഓക്കെ, ദ സാങ്ഷൻ ട്രാൻസ്ഫർ ആൻഡ് വിഡ്രോവൽ ഓഫ് ഷെയർ. ട്രാൻസ്ഫറിനും വിഡ്രോവലും ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനുമുള്ള അനുവാദം കൊടുക്കാനുള്ള അധികാരം കമ്മിറ്റിക്കാണ്. അപ്പൊ അതൊരു ശരിയാണ്. പാസ് ആനുവൽ ബജറ്റ് പാസ്സാക്കുക, അപ്രൂവ് ചെയ്യുക, അത് ജനറൽ ബോഡിയുടെ അധികാരമാണ്. എന്നാൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം. ആനുവൽ ജനറൽ ബോഡിയുടെ 29ാമത്തെ സെക്ഷനിൽ പറയുന്നുണ്ട്, അപ്രൂവൽ ഓഫ് ബജറ്റ് പ്രിപ്പയർഡ് ബൈ ദ കമ്മിറ്റി. അതാണ്. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന ആരും ചോദിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റിയാണ്. അത് നമ്മൾ ഇതിനോടൊപ്പം ഓർത്തു വെക്കണം. അല്ലാതെ ഈ ക്വസ്റ്റിനകത്ത് ഇത് പഠിച്ചു അവസാനിപ്പിക്കുകയല്ല. അപ്രൂവൽ ഓഫ് ബജറ്റ് ബൈ ദ ജനറൽ ബോഡി, ബട്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കമ്മിറ്റി. ആ കമ്മിറ്റി പ്രിപ്പയർ ചെയ്ത ആ ബജറ്റാണ് പൊതുയോഗം പാസ്സാക്കുന്നത്. അപ്പം ഇത് കമ്മിറ്റിയുടെ ജോലിയല്ല. ഇത് കമ്മിറ്റിയുടെ ജോലിയല്ല, ജനറൽ ബോഡിയുടെ ജോലിയാണ്. അടുത്ത കോൺസ്റ്റിറ്റ്യൂട്ട് സബ് കമ്മിറ്റി. നമുക്കറിയാം, കമ്മിറ്റിയിൽ നിന്ന് ജീവനക്കാർക്കെതിരെയുള്ള ശിക്ഷാ നടപടിക്ക് വേണ്ടിയുള്ള ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയും ലോൺ റിക്കവറി സബ് കമ്മിറ്റി, ലോൺ കമ്മിറ്റി, അക്കൗണ്ട്സ് കമ്മിറ്റി, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ കമ്മിറ്റിയിൽ നിന്നുണ്ടാക്കും. അതുണ്ടാക്കുന്ന കമ്മിറ്റിക്കാർ തന്നെയാണ്. അപ്പം കമ്മിറ്റിക്കാർ ചേർന്നിരുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തമായിട്ട് അതിൽ നിന്നുള്ള കുറേശ്ശെ പേര് മാറ്റിവെക്കും. ലോണിന്റെ സെക്യൂരിറ്റികൾ പരിശോധിക്കാൻ, ഭൂമി പരിശോധിക്കാൻ 2 പേര്, അത് ലോൺ സബ് കമ്മിറ്റിയാണ്. കുടിശ്ശിക പിരിവിന് വേണ്ടി 2 പേര്, അവരാണ് അക്കാര്യം ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന സബ് കമ്മിറ്റി അത് കമ്മിറ്റിക്കാർ തന്നെ അവരുടെ ഇടയിൽ നിന്നാണ്. അപ്പൊ അത് കമ്മിറ്റിയുടെ ജോലിയാണ്. പിന്നെ കണ്ടക്ട് ഡിസിഷൻ ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ, ഡിസിഷൻ അല്ല ഡിവിഷനാണ്, അല്ലെ ഡിസ്ട്രിബ്യൂഷനാണ്. സംഘത്തിന്റെ ലാഭം വീതം വെക്കുക, അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, അത് ജനറൽ ബോഡിയുടെ ജോലിയാണ്, കമ്മിറ്റി അല്ല. വീതം വെക്കേണ്ടത് എങ്ങനെയൊക്കെ ആകാം, നിയമപരമായിട്ട് എങ്ങനെ മാറ്റിവെക്കണം, ലാഭം എന്തുമാത്രം വീതം വെക്കാനുണ്ട്, അത് എത്ര ശതമാനം ഡിവിഡൻഡിന് കൊടുക്കണം എന്നൊക്കെ ഒന്ന് തയ്യാറാക്കാവുന്നുള്ളതേ ഉള്ളൂ കമ്മിറ്റിയും സെക്രട്ടറിയും കൂടെ. പക്ഷെ അതെങ്ങനെ വീതം വെക്കണമെന്നുള്ളത് ആത്യന്തികമായി തീരുമാനിക്കേണ്ട അധികാരം പൊതുയോഗത്തിനാണ്.
അപ്പൊ അതും പൊതുയോഗത്തിന്റെയാണ്. അപ്പൊ നമ്മുടെ മാനേജിംഗ് കമ്മിറ്റിയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 ഉം 3 അപ്പൊ സി ആണ് ആൻസർ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യന്റെ രീതി വെച്ചിട്ട് കുറച്ചുകൂടൊക്കെ ആധികാരികമായി പഠിക്കണം എന്നുള്ളൊരു ചിന്താഗതി വരുന്നുണ്ടോ? എന്തോ ആ ചിന്താഗതി ഇനിയിപ്പം നമ്മള് പറയുന്നതങ്ങ് നമ്മളിപ്പം എപ്പോഴും പറഞ്ഞ് നിങ്ങൾക്കതൊരു അരോചകമായെന്നറിയാം. അപ്പൊ നമ്മൾ പറയാതെ ഇതിന്ന് അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസിന്റെ ഇത്രയും ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഇനിയും ക്ലാസ് എടുക്കുമ്പോൾ ഈ ചിന്തയോടുകൂടി തന്നെ ഉണർന്ന് ചെവി കൂർപ്പിച്ച് കണ്ണ് തുറന്ന് തന്നെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്ത പരീക്ഷകൾക്കൊക്കെ കയറാം. അതിനുള്ള ഒരു അനുഭവമായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ കാണുക. ഒരിക്കലും ഇതിനകത്ത് ബേജാറാകണ്ട. നിങ്ങൾക്ക് ഏതായാലും കണ്ണു തുറപ്പിക്കാനുള്ള ഒരു കാര്യം ഇത് നൽകിയത്. പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് ഈ അനുഭവം ആദ്യം വരുന്നതെങ്കിൽ നമുക്ക് പിന്നീട് കണ്ണു തുറന്നിട്ടും കാര്യമില്ല. പിന്നെ എന്നാ ഒരു പരീക്ഷ? ഇത് നല്ല 2 പരീക്ഷയ്ക്ക് മുൻകൂട്ടി ഇത് കിട്ടിയത് എല്ലാം ഒരു അനുഭവമാണെന്ന് മനസ്സിലാക്കുക. അത് പഠിച്ചവർക്ക്, പരീക്ഷ എഴുതിയവർക്ക് മാത്രം പോരാ, എഴുതാത്തവർക്കും ഇതിലൂടെ അനുഭവം മനസ്സിലാക്കുക. ഇന്ന് നമുക്ക് തൽക്കാലം നിർത്താം. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir.